നമസ്കാരം. ഇന്ന് നമ്മുടെ അതിഥി സംസ്ഥാന ചീഫ് സെക്രട്ടറിയായി പുതുതായി ചുമതലയേറ്റ ഡോക്ടർ വിശ്വാസ് മേത്തയാണ്. ഡോക്ടർ വിശ്വാസ് മേത്ത, കമാ ഗനീസ. നമസ്കാരം. കമാ ഗനീസ എന്നുള്ളത് അങ്ങയുടെ മാതൃഭാഷയിലുള്ള ഹലോയാണ്. അത് എങ്ങനെയാണ് ഡോക്ടർ ലാൽ പഠിച്ചത് അറിയില്ല. അങ്ങെങ്ങനെയാണ് മലയാളം പഠിച്ചത്? ഞാൻ ഈ നാട്ടിലേക്ക് വന്നു പോയില്ലേ 34 വർഷം മുമ്പ്. ഇപ്പോൾ പഠിക്കേണ്ടി വന്നു. 34 വർഷം മുമ്പ് വന്നു. 14 വർഷമായി കേരളത്തിൽ വന്നിട്ട്. ഇപ്പോൾ ഞാൻ മലയാളി തന്നെയാണ്. ശരിക്കും രാജസ്ഥാൻ ജനിച്ച സ്ഥലം അത് എൻ്റെ കർമ്മഭൂമിയാണ് കേരളം. പിന്നെ പഠിത്തം കൂടുതലുണ്ടായിരുന്നത് ചണ്ഡീഗഡിലാണ്. ഓക്കെ ഓക്കെ. എവിടെയാണ് എൻ്റെ ഗ്രാജുവേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ, IAS ഒക്കെ എഴുതിയത് ചണ്ഡീഗഡിലാണ്. എൻ്റെ ഫാദർ യൂണിവേഴ്സിറ്റി പ്രൊഫസറായിരുന്നു. പിന്നെ സുപ്രഭാതത്തിലെ അങ്ങനെ സിവിൽ സർവീസ് എഴുതി. ചണ്ഡീഗഡിലെ യൂണിവേഴ്സിറ്റി പ്രൊഫസറായിരുന്നു ഫാദർ? ആ, അദ്ദേഹം പ്രൊഫസർ അവിടെ നിന്ന് റിട്ടയറായി. ചണ്ഡീഗഡ് തന്നെ താമസിക്കുകയാണ് അദ്ദേഹം. ഓ റൈറ്റ്. ഏതായിരുന്നു വിഷയം? അദ്ദേഹം ജിയോളജി, എർത്ത് സയൻസ്. ഫാദർ എൻ്റെ ടീച്ചർ കൂടിയായിരുന്നു. ശരി. ഡോക്ടർ വിശ്വാസ് മേത്തയും ജിയോളജിയിലാണ് BA MA BSc MSc. പക്ഷേ PhD ഞാൻ ചെയ്തത് മാനേജ്മെൻറ്റിലാണ്. കോമേഴ്സ് ആൻഡ് ബിസിനസ് മാനേജ്മെൻറ്റ്, ടൂറിസം, കൾച്ചറൽ ടൂറിസം വരെ. ഓക്കെ. അല്ല, ഏറ്റവും നമ്മൾ ആ ഭാഷയെക്കുറിച്ചാണല്ലോ പറഞ്ഞു വന്നത്. ഒരു IAS ഉദ്യോഗസ്ഥൻ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ, വടക്കേ ഇന്ത്യയിൽ നിന്നുള്ള ഒരാൾ വരികയാണെങ്കിൽ മലയാളമൊക്കെ പഠിക്കുക എന്ന് പറയുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ അങ്ങേപ്പോലൊരു ചീഫ് സെക്രട്ടറി മലയാളത്തിൽ മാത്രം, ഫോണിലൊക്കെ അങ്ങേ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിലോ മറ്റോ പറയാൻ ശ്രമിച്ചാലും അങ്ങ് മലയാളത്തിലാണ് പറയാറുള്ളത്. അതും ഇപ്പം മലയാളമാണോ കൂടുതൽ വഴക്കം? അത് തന്നെ ആയിപ്പോയി, ശീലമായിപ്പോയി. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ നമ്മുടെ ഇപ്പോൾ എൻ്റെ കർമ്മഭൂമിയല്ലേ. അപ്പോൾ ഇവിടെ നമ്മളെ ജോലി ചെയ്യുമ്പോൾ, ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുമ്പോൾ നമ്മുടെ ഭാഷ പഠിച്ചില്ലെങ്കിൽ ശരിയാവില്ല. കാരണം ജനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു ജോലിയല്ലേ. ഈ സബ് കളക്ടർ മുതൽ ചീഫ് സെക്രട്ടറി വരെ ആയിരക്കണക്ക് ആളുകൾ വരുമ്പോൾ നമ്മുടെ ഭാഷ മനസ്സിലായില്ലെങ്കിൽ, സംസാരിക്കാൻ സാധിച്ചില്ലെങ്കിൽ നമ്മുടെ ആ ഫസ്റ്റ് അവിടെ തന്നെ പോയി. ആ കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ പിന്നെ അവർക്ക് മനസ്സിലാവില്ല. നമുക്ക് സക്സസ് ആവാൻ ബുദ്ധിമുട്ടാണ്, എഫിഷ്യൻസി കിട്ടില്ല. അതുകൊണ്ട് പഠിച്ചേ മതിയാവും. അതിനുവേണ്ടി മലയാളത്തിൻ്റെതായ പാട്ടുകൾ കേൾക്കുക, സിനിമകൾ കാണുക, അങ്ങനെയൊക്കെ ഉണ്ടോ? പാട്ടുകൾ കേൾക്കാനും സിനിമ കാണാനും സമയം ഉണ്ടായിട്ടില്ല. ഇത്ര വർഷമായിട്ട് ചാൻസ് കിട്ടിയിട്ടില്ല. പക്ഷെ ഞാൻ തുടക്കത്തിൽ ഫസ്റ്റ് പോസ്റ്റിംഗ് തന്നെ ഒരു അധ്യാപകൻ വെച്ചു. ഓക്കെ. ഇപ്പോൾ അദ്ദേഹം എല്ലാ ദിവസവും വൈകുന്നേരം വീട്ടിലേക്ക് വരും. പക്ഷെ ഞാൻ വീട്ടിലെത്തൂല. കാരണം രാവിലെ തുടങ്ങിയിട്ട് രാത്രി വരുമ്പോഴത്തേക്ക് ഒത്തിരി 12 മണിക്കൂറൊക്കെ ആവും. യാത്രയൊക്കെ ചെയ്തിട്ട് മീറ്റിങ്ങൊക്കെ സംസാരിച്ചിട്ട് പല കാര്യങ്ങൾ കംപ്ലീറ്റ് ജില്ലയെ സബ് കളക്ടറായിട്ട് സഞ്ചരിക്കണ്ടേ. വയനാടായിരുന്നു തോന്നുന്നു. മാനന്തവാടിയിൽ. ഇപ്പോൾ എനിക്ക് മാനന്തവാടി പോസ്റ്റിംഗ് ആയിരിക്കുമ്പോൾ ഇവിടെയാണ് ഈ സ്ഥലം ഞാൻ ചോദിച്ചു. ട്രെയിനിങ്ങിൽ എൻ്റെ കളക്ടർ ആനന്ദ് ബോസ് സാറായിരുന്നു. ആനന്ദ് ബോസ് സാർ അടുത്ത് ചോദിച്ചു, സാർ ഈ മാനന്തവാടി എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, കാലിക്കട്ട് പോയാൽ മതി. കാലിക്കട്ടിന് ഞാൻ വണ്ടി സംഘടിപ്പിച്ച് തരാം, അവിടെ കളക്ടറോട് പറയാം. ഇപ്പോൾ അവർ മാനന്തവാടി കൊണ്ടുപോകും. ഇപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രദേശമാണ് വയനാട്. ബ്യൂട്ടിഫുൾ. എൻ്റെ ഒരു ബ്യൂട്ടിഫുൾ മെമ്മറീസാണ്. എവിടെ തന്നെ ഞാൻ സബ് കളക്ടറായിരുന്നു, അവിടെ തന്നെ കളക്ടറായിട്ട് ശരാശരി 4.5 വർഷം വയനാട്ടിൽ ജോലി ചെയ്യാനുള്ള ഭാഗ്യം വിശ്വാസ് മേത്തക്ക് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഓക്കെ. അത് എനിക്ക് വളരെയധികം അതിൽ അഭിമാനമുണ്ട്. കാരണം അതുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു. പക്ഷേ രാജസ്ഥാനിൽ ഇപ്പോഴും ആഗ്രഹങ്ങൾ ബാക്കി കിടപ്പുണ്ടോ? രാജസ്ഥാനിലെ ടെറൈനിൽ ഇനിയും കുറച്ച് കാര്യങ്ങളൊക്കെ ഇതുപോലെയൊക്കെ ചെയ്യാനും ചെറുപ്പത്തിൽ അവിടുന്ന് വന്ന എനിക്ക് അങ്ങനെയുള്ള അവസരം കിട്ടി. ഇടയ്ക്ക് അങ്ങോട്ട് പോയിരുന്നു. അങ്ങോട്ട് പോയി. ഞാൻ 6 വർഷം രാജസ്ഥാനിലെ ഉദയ്പൂരിലെ 6 വർഷം ഒരു കൾച്ചറൽ സെൻറ്ററിൻ്റെ ഡയറക്ടറായിരുന്നു. ഓക്കെ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യൻ്റെ പോസ്റ്റിംഗ് ആയിരുന്നു. ഇപ്പോൾ നാട്ടിലേക്കൊരു സേവനം ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി. പക്ഷേ ആ വെസ്റ്റ് സോൺ കൾച്ചറൽ സെൻറ്റർ എന്ന് പറഞ്ഞ മിനിസ്ട്രി ഓഫ് കൾച്ചറിൻ്റെ കീഴിലായിട്ടുള്ള അതൊരു ഗവർണറായിരുന്നു ചെയർമാൻ. അപ്പോൾ അവർ ഈ പല സംസ്ഥാനങ്ങളിൽ, രാജസ്ഥാൻ, ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, ദാദ്ര നഗർ ഹവേലി, ദമൻ ദീവ്, അങ്ങനെയുള്ള കംപ്ലീറ്റ് അതിൻ്റെ ആർട്ട്, കൾച്ചറൽ, പ്രത്യേകിച്ച് ഫോക്ക് കൾച്ചർ, അതിൻ്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയായിരുന്നു ഈ സെൻറ്റർ ഇവിടെ സ്ഥാപിച്ചത്. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിലാണ് ഞാൻ ഇവിടെ പോസ്റ്റിംഗ് ആയത്. പക്ഷേ ഞാനിവിടെ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കാൻ കുറച്ചൊരു കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. മീൻസ് അത് മനസ്സിലുണ്ട്. ആർട്ടിസ്റ്റിക് ഒരു ടേസ്റ്റുള്ള ഒരു മനോഭാവം ഉണ്ട് എനിക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്യാൻ നോക്കി. ആർട്ടിസ്റ്റുമായി സംസാരിക്കും. ഇപ്പോൾ ഈ കളക്ടർമാർ, SP മാർക്ക് തീരെ കൾച്ചർ അറിയാത്ത ആളുകൾ
ഇത് എന്താണ് ഈ IAS ഓഫീസർ ജോലിയാണോ? ഈ ഡാൻസ് പിന്നെ ഫോക്ക് ഡാൻസും ഫോക്ക് ഫെസ്റ്റിവലൊക്കെ നടത്താൻ ഇത് എന്തിനാ IAS ഓഫീസർ അവിടെ വന്നിരിക്കുന്നത്? അപ്പോൾ ഞാൻ മൈൻഡ് ചെയ്തില്ല. പക്ഷെ ഞാൻ എല്ലാ ഈ ആർട്ടിസ്റ്റുമായിട്ട് സംസാരിക്കും, വലിയ ഫെസ്റ്റിവൽസ് ഉണ്ടാക്കും, വലിയ എക്സിബിഷൻസ് ഉണ്ടാക്കും, ഡ്രാമാസ് ഉണ്ടാവും, വലിയ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഫെസ്റ്റിവൽസ് ഓർഗനൈസ് ചെയ്യും, ആർട്ടിസ്റ്റുകളുടെ ക്യാമ്പ് ഉണ്ടാവും, സ്കൾപ്ചേഴ്സ് ക്യാമ്പ് ഉണ്ടാവും. അവിടെ ഒരു ശില്പഗ്രാം എന്ന് പറഞ്ഞൊരു ക്രാഫ്റ്റ് വില്ലേജ് ഉണ്ടാക്കി. 70 ഏക്കറിലൊരു നല്ലൊരു അത് ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് വർഷങ്ങൾ 2-3 വർഷത്തെ ഹാർഡ് വർക്ക് കഴിഞ്ഞിട്ട് ഉദയപൂർ ജനങ്ങൾക്ക് അത് വലിയൊരു സംഭവമായിട്ട് മാറി. ഇപ്പോൾ ആളുകൾ, കാരണം ഞാൻ എല്ലായിടത്തും മിക്സ് ചെയ്യും. ഒരു പക്ഷേ ഈ കേരളത്തിൻ്റെ നമ്മുടെ ഇൻഫോർമൽ സെറ്റപ്പ് ഉണ്ടല്ലോ, അവിടെ നമ്മുടെ ഓഫീസേഴ്സ് പോലെ അല്ല, ജനകീയമായിട്ടുള്ള ഒരു നമ്മുടെ നാടാണ്. അതേമാതിരി ഞാൻ രാജസ്ഥാനിലെ ഭയങ്കര ഓഫീസേഴ്സ് എന്ന് പറയുമ്പോൾ വലിയ ആളുകളാണ്. അവർ ആളുടെ സംസാരിക്കില്ല, ഓഫീസറായിട്ട് നിൽക്കും. ഞാൻ അങ്ങനെയല്ല, ഞാൻ എല്ലായിടത്തും മിക്സ് ആവും. മിക്സ് ആയി കഴിഞ്ഞാൽ അവർക്ക് വളരെയധികം ഇഷ്ടമായി. ഇപ്പോൾ ഞാനവിടെ വലിയ സെലിബ്രിറ്റി ആയിട്ട് മാറി. റോഡിൽ എനിക്ക് ഒറ്റയ്ക്ക് നടക്കാൻ പറ്റില്ല. വിശ്വാസ് മേത്ത പോകുന്നു, വിശ്വാസ് മേത്താണ് ആ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്, വലിയ ആളാണ്. ഇപ്പോൾ കളക്ടർമാർ വരും പോവും, SP-മാർ വരും പോവും. എന്നെ കളിയാക്കുന്ന ആളുകൾ ഇവിടെ കാണുന്നില്ല, അവരുടെ പേര് ആർക്കും അറിയില്ല. പക്ഷെ വിശ്വാസ് മേത്ത എന്ന പേര് 6 വർഷം കഴിഞ്ഞിട്ട് ഇവിടുത്തെ ആള് നാട്ടിൻ്റെ ഒരു ആളായിട്ട് മാറി. അപ്പോൾ ബേസിക്കലി ആരാണ് ഈ വിശ്വാസ് മേത്ത എന്നുള്ളൊരു ചോദ്യം വരും. കാരണം ആദ്യകാലത്തെ ജോലികൾ എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേഷനോട് ബന്ധപ്പെട്ടതൊന്നുമല്ല. അതായത് ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷനോട് ബന്ധപ്പെട്ടതല്ല. സെയിലിലെയും അതുപോലെ ONGC-ലെയൊക്കെ ജോലി. അത് കഴിഞ്ഞിട്ട് വരുന്നത് IPS-ലേക്കാണ്, പിന്നെ IAS-ലേക്ക് വന്നു. ഇതിനിടയിൽ ഡോക്ടർ വിശ്വാസ് മേത്തയായി. അപ്പോൾ എവിടെയൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടോ, അതോ ഒരുപാട് ആഗ്രഹങ്ങളാണോ? എന്താണത്? കൺഫ്യൂഷനൊന്നും ഇല്ല. എൻ്റെ ഫാദർ അച്ഛൻ പിന്നെ ടീച്ചറായിരുന്നല്ലോ. അതെ. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പഠിക്കാനുള്ള ആഗ്രഹം ഉണ്ടാവണം, അല്ലെങ്കിൽ നമ്മുടെ ഗ്രോത്ത് ഉണ്ടാവില്ല, പേഴ്സണാലിറ്റി ഗ്രോത്ത് ഉണ്ടാവില്ല. ഞാൻ പഠിത്തത്തിൽ ഭയങ്കര മെഡിക്കായിരുന്നു, ഗോൾഡ് മെഡലിസ്റ്റ് ആയിരുന്നു ത്രൂ ഔട്ട്. BSc MSc-ലെ ഗോൾഡ് മെഡലിസ്റ്റ് ആയിരുന്നു. പക്ഷേ ജിയോളജിസ്റ്റ് ആയിട്ട് പോകാൻ താല്പര്യമില്ല. പക്ഷേ എന്നിട്ട് ONGC, ഓയിൽ നാച്ചുറൽ ഗ്യാസ് കമ്മീഷനിൽ ഓയിൽ കമ്പനിയിൽ വർക്ക് ചെയ്തു. എൻ്റെ അച്ഛൻ്റെ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു സിവിൽ സർവീസസിൽ പോകണമെന്ന്. ഞാൻ വിചാരിച്ചത് എനിക്ക് എത്തിപ്പെടാൻ സാധിക്കില്ല, കാരണം വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യണം. സിവിൽ സർവീസ് വല്ലാത്തൊരു കോമ്പറ്റേറ്റീവ് ആണ്. ഒരു 5 ലക്ഷം ആളുകളിലെ ഒരു 100 ആളുകൾക്ക് IAS കിട്ടുള്ളൂ. അപ്പോൾ അത് ഒരിക്കലും എനിക്ക് എത്തിപ്പെടാൻ സാധിക്കില്ല, എനിക്ക് പഠിക്കാൻ പറ്റില്ല. ചുരുങ്ങി പഠിക്കാൻ ആഗ്രഹമല്ല, കുറച്ചുകൂടി വലിയ പഠിത്തമാണ്. അതെ. അപ്പോൾ പക്ഷെ അച്ഛനെ പ്ലീസ് ചെയ്യാൻ വേണ്ടി ഞാൻ ചുമ്മാ എക്സാം എഴുതി. അല്ല, അത് ഫസ്റ്റ് ടൈം IPS ആണ് വന്നത്. IAS കിട്ടാതെ പോയി. IAS കിട്ടാത്തവരാണ് സെക്കൻഡ് ഓപ്ഷനായിട്ട് IPS-ലേക്ക് പോകുന്നത്. അപ്പോൾ ഞാൻ ഋഷിരാജ് സിംഗ്, നമ്മുടെ ലോക്നാഥ് ബെഹ്റ ഇപ്പോഴത്തെ DGP, ഞങ്ങൾ ഒരേ ബാച്ചിൽ പോലീസിൽ യൂണിഫോം ഇട്ടിട്ട് ഒരുമിച്ച് പരേഡ് ചെയ്തതാണ്. ഇപ്പോൾ അതിനുശേഷമാണ് ഞാൻ വീണ്ടും എക്സാം എഴുതി. എൻ്റെ ടെമ്പറാമെൻറ്റ് വെച്ചിട്ട് അത് ശരിയാവില്ല, ഒന്നുകൂടി ട്രൈ ചെയ്യാം, അങ്ങനെയാണ് IAS-ലേക്ക് വന്നത്. പക്ഷേ ശരീരത്തിൻ്റെ ഒരു ഭാഷ, പൊക്കം, തടി, ഇത് വേറെ സാറും താങ്കളും കൂടെ നിൽക്കുകയാണെങ്കിൽ അത് പിന്നെ ദൈവത്തിൻ്റെ ഗിഫ്റ്റ് അല്ലേ, നമ്മുടെ പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിച്ചാൽ നടക്കില്ല. പിന്നെ അച്ഛൻ്റെ ഒരു കമ്പൽഷനോ അതോ സ്വയം ഉള്ളിൽ കിടന്ന ആഗ്രഹമോ അക്കാഡമിക്സിലേക്കും കൂടി? IPS-ൽ പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നി കുറച്ച് ശ്രമിച്ചാൽ, ട്രൈ ചെയ്താൽ IAS-ലേക്ക് പോകാമല്ലോ. ജോലി തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. IPS-ഉം IAS തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. IPS-ൽ പവർ കാണുന്നുണ്ട്, വിസിബിൾ പവർ, ജനങ്ങളുമായിട്ട്. പക്ഷേ റോള് പോസിറ്റീവ് റോളില്ല. ആളുകളെ കൺട്രോൾ ചെയ്യാം, അത് പവറൊക്കെ കാണിക്കാം. IAS-ലെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യിക്കാം, പോസിറ്റീവ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിനൊരു ഉദാഹരണം പറയാം. ഞാൻ വയനാട് കളക്ടർ ആയിരിക്കുമ്പോൾ 94-ൽ 3 മാസത്തിൽ ഒരു തവണ പട്ടിയമേള ഉണ്ടാവും. ഇപ്പോൾ 1000 ആളുകൾക്ക് ഞങ്ങൾ ഭൂമി കൊടുക്കും. ഹൗസിൻ്റെ ഒരു താക്കോൽ കർമ്മമൊക്കെ ഉണ്ടാവും. 1000 ആളുകൾക്ക് ഞാൻ വീട് കൊടുത്തിട്ടുണ്ട്, സർക്കാരിൻ്റെ വകയായിട്ട്, കളക്ടറായിട്ട്. വീട്ടിലെ തിരിച്ച് പോകുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, ഒരു ലാൻഡ്ലെസ് ഹൗസ്ലെസ് ആൾ, ഭൂമിയില്ലാത്ത വീടില്ലാത്ത ഒരാൾ ലാൻഡ്ലെസ് ഹൗസ്ലെസ് ഇല്ലാത്ത ഒരാൾക്ക് ഭൂമി കൊടുക്കുന്നു, വീട് കൊടുക്കുന്നു. അയാൾക്ക് സ്ഥലമായി, ഭൂമിയായി, വീടായി. പക്ഷെ അയാൾക്കറിയില്ല ഒരു ലാൻഡ്ലെസ് ഹൗസ്ലെസ് കളക്ടറാണ് അത് ചെയ്തിരിക്കുന്നത്. അയാൾക്കറിയാൻ പാടില്ല. അയാൾ വിചാരിച്ചത് കളക്ടർ വലിയ ആളല്ലേ. പക്ഷെ ഞാനും അവർ തമ്മിൽ വലിയ വ്യത്യാസമില്ല.
ഞാൻ സർവീസിലിരിക്കുന്നു. ഇപ്പോൾ ആ മനസ്സിലൊരു ഉണ്ടായിരുന്നു. പക്ഷേ സർക്കാർ എന്തായാലും അറിയണ്ടേ, കാരണം പണം ഇല്ലാത്തത് കൊണ്ട് എനിക്ക് ഭൂമിയില്ല, സർവീസിൽ വന്നു. അപ്പോൾ ആ വിഷമം ഞാൻ പിന്നെ പല ഓഫീസേഴ്സോട് സംസാരിച്ചു. അവസാനം ഞങ്ങൾ പിന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ടാക്കി, സർക്കാർ സഹായിച്ചു, ഞങ്ങൾക്ക് ഭൂമി കിട്ടി. അങ്ങനെയാണ് ഇപ്പോൾ വേണ്ടത്. ഞങ്ങൾ സിവിൽ സർവീസിൻ്റെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ തന്നെ വീട് വെച്ചു, സർക്കാരിന് ലോൺ കിട്ടി. അങ്ങനെയാണ് ഇപ്പോൾ എനിക്ക് 20 വർഷം കഴിഞ്ഞിട്ടാണ് ഒരു ഭൂമിയില്ലാത്തൊരു വീടില്ലാത്ത ഒരാൾ ഭൂമിയും വീട് ഉള്ള ആളായിട്ട് മാറി. അത് അങ്ങനെയാണ് ഞാനിപ്പോൾ വീട്ടിൽ അവിടെ വീട്ടിൽ വെച്ചിട്ട് അവിടെ താമസിക്കാൻ പോകുക. അതൊരു അത്ഭുതമാണ്. ഒരുപക്ഷെ സാധാരണ സിവിൽ സർവീസിൽ വന്ന് മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് അങ്ങനെ ഒരവസ്ഥ സാധാരണ രീതിയിൽ ഉണ്ടാകണമെന്നില്ല. ഡോക്ടർ വിശ്വാസ് മേത്ത അങ്ങനെ ജനങ്ങളെ അറിയാവുന്ന ഒരു സാധാരണ ലെവലിൽ നിന്ന് വന്നു. അതുകൊണ്ടാണ് രാജസ്ഥാനിൽ പോയാലും അവിടെ സാധാരണ ആളുകളുടെ ഇടയിൽ ഇറങ്ങി നടന്ന് അവരുടെ ഒരു സെലിബ്രിറ്റിയായി ഇങ്ങനെയൊക്കെ മാറാൻ സാധിച്ചത്. ആ ഒരു വികാരം ഇപ്പോഴും കൊണ്ടു നടക്കുന്നത് അതാണോ സിവിൽ സർവീസിലെ താങ്കളുടെ വിജയം? വിജയമാണോ ഇല്ലയോ എനിക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ ഈ ജോലിയിലെ പദ്മശ്രീ കിട്ടൂല, പോലീസ് മെഡൽ പോലെ ഇല്ല. പക്ഷേ വേറെ പലതും കിട്ടുകയും ചെയ്യാം വേണമെങ്കിൽ. പക്ഷേ അതിന് പിന്നാലെ നടക്കണം. ഞാനിവിടെ ഫസ്റ്റ് ടൈം വരുമ്പോൾ ഡോക്ടർ ലാൽ ട്രെയിനിൽ വരുമ്പോൾ എന്നോട് ഒരാൾ ചോദിച്ചു, എവിടെയാണ് നാട്? രാജസ്ഥാൻ. എവിടെ പോകുന്നു? മാനന്തവാടിക്ക് പോകുന്നു. ഇത്ര ദൂരെയാണ്, 3000 കിലോമീറ്റർ. ശമ്പളം എത്രയാണ്? ഇപ്പോൾ 2300 രൂപ. അപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങൾക്ക് വട്ടാണോ എന്ന് ചോദിച്ചു. 2300 രൂപ കിട്ടാൻ വേണ്ടി 3000 കിലോമീറ്റർ പോയിട്ട് കാര്യമുണ്ടോ? അപ്പോൾ ഞാൻ ആലോചിച്ച് കാര്യം ശരിയാണല്ലോ. ഇപ്പോൾ മറുപടിയില്ല. IAS ഓഫീസറാണ്, സബ് കളക്ടറായിട്ട് പോകുന്നു. ഒരു 25-6 വയസ്സുള്ള ഒരു കുട്ടി, ഭാഷ പിടിക്കുന്നില്ല, ഭക്ഷണം മനസ്സിലാവുന്നില്ല, പുതിയ സ്ഥലത്തേക്ക് പോകുന്നു. IAS ആണ്, സബ് കളക്ടറാണ് എന്ന് പറഞ്ഞ് മാത്രം പറയാനല്ലാതെ വേറെ ഒന്നുമില്ല. പക്ഷേ ആത്മാർത്ഥമായി ജോലി ചെയ്യാൻ സാധിച്ചു, ഒരുപാട് സംതൃപ്തി കിട്ടി. പക്ഷേ ഈ ക്വസ്റ്റ്യൻ്റെ മറുപടി എനിക്ക് കിട്ടുന്നില്ല. 10 വർഷം ഞാൻ അങ്ങനെ ആലോചിച്ചു, എന്തിനാണ് ഞാൻ 3000 കിലോമീറ്റർ വന്നിരിക്കുന്നത്? പൈസ കിട്ടാൻ വേണ്ടിയാണോ? പൈസ കിട്ടാനാണെങ്കിൽ ബിസിനസ്സിൽ പോയാൽ മതിയായിരുന്നു, അവിടെ ഇഷ്ടംപോലെ പൈസ കിട്ടും, അത് നാട്ടിൽ ചെയ്താൽ മതി, ഇവിടെ വന്നിട്ട് കാര്യമില്ലല്ലോ. പവർ കിട്ടാൻ വേണ്ടിയാണോ? പവർ കിട്ടാനാണെങ്കിൽ പോളിറ്റിക്സിൽ പോയാൽ മതി, അത് നാട്ടിൽ ചെയ്താൽ മതി, ഇവിടെ വന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ പൈസ ഇല്ലെങ്കിൽ, പവർ ഇല്ലെങ്കിൽ ഞാൻ എന്തിനാണ് അവിടെ വന്നത്? അതിന് മറുപടി എനിക്ക് കിട്ടിയത് ഞാൻ MBA ചെയ്യുമ്പോഴാണ്. ഞാനിപ്പോൾ സയൻസ് സ്റ്റുഡൻ്റ് ആയിരുന്നു, പക്ഷേ ഞാൻ മാനേജ്മെൻറ്റ് ഡിഗ്രി അതിനു വേണ്ടിയാണ് പഠിക്കാൻ പോയത്. ഇത് മാനേജ്മെന്റിലും ആൻസർ കിട്ടാൻ വേണ്ടിയല്ല. ഞാനൊരു സർക്കാർ സ്ഥാപനത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടറായിട്ട് നിയമിക്കുമ്പോൾ ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പോലെ വായിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഞാൻ MBA പഠിക്കാൻ നോക്കിയത്. ജോലി കിട്ടാൻ വേണ്ടിയല്ല, ഈ മാനേജ്മെൻറ്റ് സ്കിൽസ് പഠിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ ആ സമയത്താണ് എനിക്ക് ഈ മാസ്ലോ സ്കെയിൽ ഓഫ് ഹൈറാർക്കി ഓഫ് നീഡ്സ് എനിക്ക് കാണാൻ സാധിച്ചത്. അതിൽ പറഞ്ഞിരിക്കുന്നത് എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത് ഫസ്റ്റ് ഫുഡ്, ദെൻ ഷെൽട്ടർ, സെക്യൂരിറ്റി, പിന്നെ ഈ 3 അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ലെഷറിലേക്ക് എൻ്റർടൈൻമെൻറ്റ്, അതും കിട്ടിക്കഴിഞ്ഞാൽ ഇനി കൂടുതൽ പൈസ ഉണ്ടെങ്കിൽ ബിൽ ഗേറ്റ്സ് പോലെ, ബിർല, ടാറ്റ പോലെ ആണെങ്കിൽ നമുക്ക് സെൽഫ് ആക്ച്വലൈസേഷനിലേക്ക് പോകാം. ആ പിരാമിഡിൻ്റെ ഹൈറാർക്കി ഓഫ് നീഡ്സിലെ ഏറ്റവും ടോപ്പിലാണ് സെൽഫ് ആക്ച്വലൈസേഷൻ. സെൽഫ് ആക്ച്വലൈസേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ആത്മസംതൃപ്തി. ഇപ്പോൾ എനിക്ക് ആ സമയത്തിന് മറുപടി കിട്ടി. 10 വർഷം മുമ്പ് ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി കിട്ടിയത് ആത്മസംതൃപ്തിന് വേണ്ടിയാണ് അവിടെ വന്നിരിക്കുന്നത്. ഈ ആത്മസംതൃപ്തി വീടില്ലാത്തൊരാൾ, ഭൂമിയില്ലാത്തൊരാൾക്ക് ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ബുദ്ധിമുട്ടുകൾ ജനങ്ങൾ അറിയുന്നില്ല, സർക്കാർ അറിയുന്നില്ല. പക്ഷേ 20 വർഷം കഴിഞ്ഞിട്ട് കിട്ടായി. അപ്പോൾ ആ വികാരം അങ്ങനെ ഒന്നുമില്ല, സംതൃപ്തി മാത്രമേ ഉള്ളൂ. ഈ സംതൃപ്തി ആർക്ക് ഏറ്റെടുക്കാൻ പാടില്ല, എൻ്റെ മാറ്റാൻ പാടില്ല. അത് എൻ്റെ പേഴ്സണൽ നേട്ടമാണ്, അതെൻ്റെ ജീവൻ വെറുതെ എൻ്റെ കൂടെ ഉണ്ടാവും. മലയാളത്തിലൊരു സിനിമയുണ്ട്, അതിനകത്ത് ഒരു കഥാപാത്രം പറയുന്നതാണ്, നന്ദി മാത്രമേ ഉള്ളൂ അല്ലേ എന്ന് പറഞ്ഞിട്ടൊരു തമാശ കഥാപാത്രം പറയുന്നുണ്ട്. എന്ത് ചെയ്താലും അവസാനം ഈ പറഞ്ഞ ലെവലിൽ മാത്രമേ ഉള്ളൂല്ലോ. സിവിൽ സർവീസിൽ എന്ത് ചെയ്താലും അത് അവസാനം വരുമ്പോൾ ബിൽ ഗേറ്റ്സ് ആകാൻ പറ്റുന്നില്ല, സെൽഫ് ആക്ച്വലൈസേഷൻ ആ ലെവലിലേക്ക് വരുന്നില്ല, അതൊരു നഷ്ടക്കച്ചവടമാണ് എന്ന് അവസാനം തിരിച്ചറിയുന്ന ഒരവസ്ഥ ഉണ്ടാകുമോ? ഇല്ല, സിവിൽ സർവീസിൽ അങ്ങനെ വരില്ല. ഈ നമ്മുടെ വളരെ ക്ലാരിറ്റി ഉള്ള അതാണെങ്കിൽ അത് പ്രശ്നം വരില്ല. നമ്മൾ എന്തിനാണ് വന്നിരിക്കുന്നത് അത് വളരെ ക്ലിയർ ആവണം. ഈ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് സഹായിക്കാൻ വേണ്ടി ഞാൻ വന്നതാണ് എന്ന് വന്നാൽ ആത്മസംതൃപ്തി ഉണ്ടാവും. പവർ കിട്ടാൻ വേണ്ടി വന്നാൽ ശരിയാവില്ല, പൈസ കിട്ടാൻ വേണ്ടിയാണെങ്കിൽ അപകടമാണ്, കറപ്ഷൻ വഴി മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഇല്ല. ഇത്
ആത്മസംതൃപ്തി കിട്ടാനുള്ള ഇത് ബിൽ ഗേറ്റ്സ് ആവേണ്ട ആവശ്യമില്ല. റൈറ്റ്. നമ്മുടെ ചാരിറ്റി കൊണ്ട് ചെയ്യാം. അതിന് വലിയ പൈസ കൊണ്ട് ആവശ്യമില്ല. നമുക്ക് വിട്ടുകൊടുക്കാൻ സാധിക്കണം. ഡോക്ടർ ലാൽ, ഞാൻ ഒരു കാര്യം പറയാം. നോബഡി ഹാസ് ബീൻ എവർ റിവാർഡഡ്, honored, respected for what he has received from the society. People have been honored, respected, rewarded for what they gave back. ഓക്കെ. നമ്മുടെ സൊസൈറ്റിക്ക് എന്താണ് കൊടുത്തിരിക്കുന്നത് നമുക്കറിയണം. എന്നിട്ട് ആളുകൾ നമ്മളെ റിമെമ്പർ ചെയ്യുള്ളൂ. നമ്മളെ എല്ലാം പിടിക്കാൻ പോയാൽ എവിടെ കിട്ടില്ല. അത് ഏത് സർവീസിലാണെങ്കിലും. പക്ഷേ സിവിൽ സർവീസിൽ ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുള്ളത് ഇങ്ങനെ ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഒരുപാട് സംഘർഷങ്ങളുണ്ടാകും, കോൺഫ്ലിക്ട്സ് ഉണ്ടാവും. ഒരുപക്ഷെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ആയിരിക്കാം ആ കാര്യങ്ങളിൽ കൂടുതൽ തീരുമാനം എടുക്കേണ്ടി വരിക. മുൻ ചീഫ് സെക്രട്ടറി കഴിഞ്ഞ ദിവസം ഇൻ്റർവ്യൂവിൽ അങ്ങനെ ഒരു ഇത് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ഇത്തരം ഘട്ടങ്ങളിൽ വളരെ ബുദ്ധിപൂർവ്വം ഒരു ചീഫ് സെക്രട്ടറി പൊളിറ്റിക്കൽ ലീഡർഷിപ്പുമായി ബുദ്ധിമുട്ടുണ്ടാക്കാതെ, കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാതെ എങ്ങനെ കാര്യങ്ങളെ മയപ്പെടുത്തി കൊണ്ടുപോകാൻ പറ്റും എന്ന് നോക്കലാണ്. രണ്ടിൻ്റെ ഇടയ്ക്ക് നിൽക്കുക എന്നുള്ളതാണ്. അത് തന്നെയാണോ ഡോക്ടർ വിശ്വാസ് മേത്തയ്ക്ക് തോന്നുന്നത്? ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ സിവിൽ സർവീസസിൻ്റെ ബേസിക് എസെൻസ് എന്താണെന്ന് ചോദിച്ചാൽ ടു വർക്ക് വിതൗട്ട് ഫിയർ, വിതൗട്ട് ഫേവർ ആൻഡ് വിതൗട്ട് പ്രെജുഡിസ്. പേടി ഉണ്ടാകാൻ പാടില്ല, ഓരോ ആരും ആവശ്യമില്ലാതെ ഫേവർ ചെയ്യാൻ പാടില്ല, പേഴ്സണൽ ഐഡിയോളജി പ്രെജുഡിസസ് വരാൻ പാടില്ല, ബയസ് ആവാൻ പാടില്ല. അതിനപ്പുറം ഉണ്ടാവണം. എന്നിട്ട് നിങ്ങൾക്ക് ജനങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമോ? നമ്മുടെ പ്രെജുഡിസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കാഴ്ചപ്പാട് കംപ്ലീറ്റ് മാറും. അതാണ് എസെൻസ്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ പല സിവിൽ സർവൻസും മറന്നു പോവുക. നമ്മുടെ അവിടെ ഭരിക്കാൻ വേണ്ടി വന്നിട്ടില്ല. ജനങ്ങൾ ഞങ്ങളെ അങ്ങനെ ഇലക്ഷനിൽ മത്സരിച്ചിട്ട് ഞങ്ങൾ പിടിച്ചില്ല. ചില സിവിൽ സർവീസ് ഓഫീസേഴ്സ്ക്ക് തെറ്റിദ്ധാരണ ഉണ്ട്, ഞങ്ങൾ ഭരിക്കാൻ വേണ്ടി വന്നതാണ്. അല്ല. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ ഈ സബ് കളക്ടർ കളക്ടറൊക്കെ ആയിരിക്കുന്ന സമയത്ത് മന്ത്രിമാർ വിളിച്ചാൽ ചില സമയത്ത് കേൾക്കില്ല. അവരാരാ ട്രാൻസ്ഫർ ചെയ്തിട്ട് കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം എൻ്റെ വീട് 3000 കിലോമീറ്ററാണ്. ഒരു പ്രശ്നമില്ല, ആയിക്കോട്ടെ. ഇപ്പോൾ ഓരോ ദിവസം ഞാൻ കെ എം മാണി സാർ കൂടെ ഇരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങളൊരു വലിയ ഒരു എക്സാം പാസ്സായിട്ട് വലിയൊരു ആളായിട്ട് നടക്കുകയാണ്. ഞാൻ വരെ എക്സാം പാസ് ചെയ്തിട്ടുണ്ട്, നമുക്ക് മത്സരിക്കാം. എനിക്ക് നിങ്ങളുടെ എക്സാം പാസ് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് എൻ്റെ എക്സാം പാസ് ചെയ്യാൻ പറ്റുമോ? ഇലക്ഷനിൽ മത്സരിച്ചാൽ നിങ്ങൾക്ക് എത്ര വോട്ട് കിട്ടും? ജയിച്ചു കഴിഞ്ഞാൽ മന്ത്രിയാവുമോ? നിങ്ങളുടെ അടുത്ത ഒരു കാര്യമുണ്ട്, എൻ്റെ അടുത്ത് വേറെ കാര്യമുണ്ട്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ജനാധിപത്യം ഉണ്ടെങ്കിൽ ജനങ്ങളാണ് എന്നെ തിരഞ്ഞെടുത്തത് ഭരിക്കാൻ വേണ്ടി, നോട്ട് യു. ആ വ്യത്യാസം നമുക്ക് എപ്പോഴും മനസ്സിലാക്കണം. പക്ഷേ കുറേ പേർക്കത് ഈ സിവിൽ സർവീസിനകത്ത് വന്നു കഴിഞ്ഞാലും ഒരിടക്കാലം കഴിയുമ്പോഴത്തേക്ക് അത് മനസ്സിലാകാതെ പോകുന്നു. അവരങ്ങനെ തന്നെ ഒരു ഫെയില്യൂറായി. നല്ല കഴിവുണ്ടായിരിക്കാം, നല്ല റാങ്ക് മേടിച്ചിട്ടുള്ളവരായിരിക്കാം, എനിക്കറിയാം. അങ്ങനെ ചില മുഖങ്ങൾ ഇപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ടാവും. പക്ഷെ കഷ്ടപ്പെട്ട് ഒന്നുമില്ലാതെ ഇറങ്ങിപ്പോകേണ്ടി വരുന്നൊരവസ്ഥ, റിട്ടയർ ചെയ്ത് പോകുമ്പോൾ ആരും തിരിഞ്ഞു നോക്കാതെ വരുന്ന അവസ്ഥ. ഇത് നമ്മുടെ ഒരു ബ്രിങ്ങിങ് അപ്പിൻ്റെ പാർട്ടാണ്, പേഴ്സണാലിറ്റീൻ്റെ പാർട്ടാണ്. നമ്മുടെ പേഴ്സണാലിറ്റിയിൽ ചില തെറ്റിദ്ധാരണകൾ നമുക്ക് ഒഴിവാക്കി കിട്ടിയാൽ നല്ലതാണ്. കാരണം നമ്മുടെ എല്ലാവരുടെയും റോൾ ഫിക്സ്ഡ് അല്ലേ? മീഡിയാൻ്റെ റോൾ ഫിക്സ്ഡ് ആണ്, അതേമാതിരി പോലീസിൻ്റെ റോൾ ഫിക്സ്ഡ് ആണ്, ജുഡീഷ്യറി ഫിക്സ്ഡ് ആണ്, അതേമാതിരി ലെജിസ്ലേച്ചറാണ്. എല്ലാം ബാലൻസ് ആയിട്ട് പോകണ്ടേ? നമ്മുടെ റോൾ നമുക്ക് മനസ്സിലായില്ലെങ്കിൽ എപ്പോഴും ഈ സംഘർഷാവസ്ഥ വരും. ഇപ്പോൾ ജിയോളജിയിൽ നിന്നാണ് തുടങ്ങിയത്, മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിലേക്ക് വരെ എത്തി. പക്ഷേ ഒരു നല്ല ജിയോളജിസ്റ്റ് ആകാമായിരുന്നു. വേണമെങ്കിൽ അതിൽ തന്നെ അച്ഛനും സഹായിച്ച് അച്ഛൻ പഠിപ്പിച്ചു. വേണമെങ്കിൽ ഒരു ഡോക്ടറേറ്റ് ഇൻ ജിയോളജി ആകാമായിരുന്നു. അങ്ങനെ ഒരു സങ്കടമുണ്ടോ? അല്ലെങ്കിൽ അച്ഛന് ആ സങ്കടം ഉണ്ടായെന്നുള്ളൊരു വിഷമം മനസ്സിലുണ്ടോ? അതോ ഇപ്പോൾ ഈ മേഖലയിൽ വന്നതിന് ശേഷം, IAS വന്നതിന് ശേഷം ജിയോളജിസ്റ്റുകളെയും ഭരിക്കാം, അവിടെയും കോൺട്രിബ്യൂഷൻ നടത്താൻ പറ്റും, പല സയൻസിൽ ഇടപെടാം, അങ്ങനെ ഒരു ജേർണലിസ്റ്റ് ആകാൻ സാധിച്ചു എന്നൊരു സന്തോഷമാണ്? ജിയോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ യു ആർ എ പ്രൊഫഷണൽ. പക്ഷേ IAS വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫഷണൽ നിന്ന് ഒരു നോർമൽ ആയിട്ട് ജേർണലിസ്റ്റ് ഒന്നും അറിയാത്ത ആൾ ആയിട്ട് മാറണം. ഇപ്പോൾ ജേർണലിസ്റ്റിൻ്റെ കാര്യം സംസാരിക്കുമ്പോൾ ദേ ആർ ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ്, മാസ്റ്റേഴ്സ് ഓഫ് നൺ. കുറേ അറിയാം, കുറേ എല്ലാം അറിയാം, പക്ഷേ ഓരോരുത്തരും മാസ്റ്റർ ഇല്ല. ഞങ്ങൾ സർവീസിൽ സംഭവിക്കുന്നത് എന്താ ചോദിച്ചാൽ വി ആർ ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് ബട്ട് മാസ്റ്റേഴ്സ് ഓഫ് സം. ആ മാസ്റ്റർ ഓഫ് സം എങ്ങനെ ആവുന്നത് പറഞ്ഞാൽ അത് ജോലി കിട്ടാനനുസരിച്ച് മാസ്റ്റർ ആവുന്നത്. ഞാൻ ഹെൽത്തിലെ ആരോഗ്യവകുപ്പ് സെക്രട്ടറി ആയിരുന്നു 4 വർഷം, ഞാനതിൽ മാസ്റ്ററായി. ഞാൻ കൾച്ചറൽ സെൻറ്ററിൽ പോകുമ്പോൾ കൾച്ചറും ടൂറിസം അങ്ങനെയുള്ള മേഖലയുടെ മാസ്റ്ററായിട്ട് 4-5 വർഷം 6 വർഷത്തിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ.
ഇപ്പോൾ ജേർണലിസ്റ്റ് ചില ഫീൽഡ്സിൽ ഓരോ പ്രൊഫഷണൽ ആവാം, പക്ഷെ അതിനനുസരിച്ച് അവർക്ക് ചാൻസ് കിട്ടണം. ചില ആളുകൾ കിട്ടില്ല, ഓരോരോ വർഷം മാറി കഴിഞ്ഞാൽ ആ അവസരങ്ങൾ ഉണ്ടാവില്ല, അവർക്ക് ഇത് പഠിക്കാനും പ്രൊഫഷണൽ ആവാനും സാധിക്കില്ല. പിന്നെ ഞാൻ റവന്യൂയിലേക്ക് പോയി, പിന്നെ ഹോമിലേക്ക് പോയി. വി ആർ സപ്പോസ് ടു ബി ജേർണലിസ്റ്റ് ഓൺലി. അഡ്മിനിസ്ട്രേഷൻ പറയുമ്പോൾ ഈ ജനങ്ങൾ നമ്മുടെ കീഴിൽ ഉണ്ടായിരിക്കുന്ന ഓഫീസേഴ്സ് കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാനല്ലേ. അതിന് വലിയ ഒരു സയൻറ്റിഫിക് നോളജ് ഉണ്ടായിട്ട് എന്താ കാര്യം, ഇഫ് ഇറ്റ് ഇസ് നോട്ട് പ്രാക്ടിക്കൽ. റൈറ്റ്. അല്ല, ഈ ജിയോളജിയെ കുറിച്ച് ഞാൻ പറയാൻ കാരണം, ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് വാർത്തകളിൽ നിൽക്കുന്ന ചില വാർത്തകൾക്ക് ഈ ജിയോളജിയായിട്ട് ബന്ധമുണ്ട്. ഒരു ജിയോളജിസ്റ്റിന് കൃത്യമായി ആ കാര്യങ്ങൾ വിശദീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷേ ചീഫ് സെക്രട്ടറി ഇപ്പോൾ അത് വിശദീകരിക്കേണ്ടി വരുന്നൊരു ഘട്ടമുണ്ട്. ഞാൻ പറഞ്ഞ ഈ ഫ്ലഡിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ മണൽ വാരുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ സംസാരത്തിലാകുന്നുണ്ട്. ചീഫ് സെക്രട്ടറി അതിനെ എങ്ങനെയാണ് കാണുന്നത്? ഒരു ജിയോളജിസ്റ്റിൻ്റെ കാഴ്ചപ്പാടിലൂടെ അതിനെ പറയാൻ സാധിക്കും. ഞാൻ മണലിലെ കാര്യം പിന്നീട് പറയാം. ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത്, നമുക്ക് എത്ര 47 നദികളല്ലേ കേരളത്തിൽ. 47 നദികളുണ്ടായിട്ടും 7-8 മാസം മഴ പെയ്താലും എന്തുകൊണ്ടാണ് നമുക്ക് വരൾച്ച പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ? എനിക്ക് ഒരിക്കലും മനസ്സിലാവില്ല. ജിയോളജിസ്റ്റായിട്ട് മനസ്സിലാവുന്നില്ല, ചീഫ് സെക്രട്ടറിയായിട്ട് മനസ്സിലാവുന്നില്ല. 47 നദികൾ, ഇത്ര ഹരിതം, എന്നിട്ട് ടാങ്കർ ലോറിയിൽ വെള്ളം കുടിവെള്ളം സപ്ലൈ ചെയ്യുന്നു 2-3 മാസം. ഈ വർഷം ഇനി വന്നില്ല. അതെ, സാധാരണ എല്ലാ വർഷവും ഉണ്ടാകാറുണ്ട്. മിസ്മാനേജ്മെൻറ്റ് ഓഫ് റിസോഴ്സസ്, നാച്ചുറൽ റിസോഴ്സസ്. ഇപ്പോൾ എവിടെയെങ്കിലും നമ്മുടെ അത് ശ്രദ്ധിക്കാത്ത കൊണ്ടാണ് നമുക്ക് 2018 ഇത്ര വലിയ പ്രശ്നം ഉണ്ടായത്. കാരണം ഇപ്പോൾ നോക്കുമ്പോൾ 10-20-30 വർഷമായിട്ട് വയലുകളൊക്കെ പോയി, നദികൾ കുറേ എൻക്രോച്ച്മെൻ്റായി പോയി, എല്ലാ സ്ഥലത്ത് ബിൽഡിങ് മാത്രമേ ഉള്ളൂ. ഈ വെള്ളം പോകാനുള്ള എല്ലാം നമ്മുടെ തടയാണ്. അവിടെ സാൻഡ് ഉണ്ടായിട്ട് സാൻഡിൻ്റെ മണൽ വാരം ഇല്ലീഗൽ അൺസയൻറ്റിഫിക് വേയിൽ ചെയ്താൽ അപകടമുണ്ടാവുള്ളൂ. അതാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. 2018 വെള്ളപ്പൊക്കം വരുമ്പോൾ ഒരു മനുഷ്യൻ അതിനു വേണ്ടി തയ്യാറല്ലായിരുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇത്ര മഴ പെയ്താൽ അവിടെ വെള്ളപ്പൊക്കം ഉണ്ടാവില്ല. വെസ്റ്റേൺ ഘാട്ടിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ 24 മണിക്കൂർ കൊണ്ട് വെള്ളം അറേബ്യൻ സീയിലേക്ക് പോവുക. ഇപ്പോൾ 100 വർഷമായിട്ടുണ്ടായില്ലല്ലോ. ഇപ്പോൾ 2018 വെള്ളപ്പൊക്കം വരുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് ഒന്നും സംഭവിക്കില്ല, ഞങ്ങൾ മാറ്റേണ്ട ആവശ്യമില്ല, എവിടെ നിന്നോളാം, കുട്ടനാട്ടിൽ പ്രശ്നം ഉണ്ടെങ്കിൽ 2 ദിവസം പോയിട്ട് തിരിച്ച് വരാം, ക്യാമ്പിൽ പോയിട്ട് താമസിച്ചിട്ട് വരാം. പക്ഷേ വെള്ളപ്പൊക്കം ഉണ്ടായല്ലോ. 2019 അതേ സംഗതി വരാനായിരുന്നു. അതേ ഒരു വളരെ സ്ട്രോങ് ഉണ്ടായിരുന്നു, ഞങ്ങൾ മാറിപ്പോയി. പക്ഷേ ആ സമയത്ത് സംഭവിച്ചത് എന്താ ചോദിച്ചാൽ, 100 വർഷം കഴിഞ്ഞിട്ട് 2018 വന്നിരിക്കുന്ന ഈ വെള്ളപ്പൊക്കത്തിൻ്റെ പശ്ചാത്തലത്തിൽ ജനങ്ങൾ ഈ തവണ റെഡിയായിരുന്നു, അഡ്മിനിസ്ട്രേഷൻ റെഡിയായിരുന്നു. അത് മനോഭാവൻ്റെ ആണ് ഇഷ്യൂ. ഇനി അടുത്ത വർഷം വരാം, ചിലപ്പോൾ വരാം, ഈ വർഷം വരാം. പക്ഷേ വി വിൽ ബി പ്രിപ്പയർഡ്. കാരണം നമ്മുടെ കുറേ അതിനകത്ത് കുറേ നീക്കങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ബെറ്റർ പ്രിപ്പയർഡ്. ഈ വീണ്ടും നമ്മൾ ഇടയ്ക്ക് അക്കാഡമിക്സിൽ നിന്ന് വിട്ടുപോവുകയാണ്. അവിടെ ടൂറിസം ആയിരുന്നു PhD തീസിസ്, കൾച്ചറൽ ടൂറിസമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. അങ്ങനെ ഒരു ടോപ്പിക് എടുക്കണമെങ്കിൽ തന്നെ അതിനോടൊരു പ്രത്യേകിച്ചൊരു താല്പര്യം വേണം. ഉദയ്പൂരിൽ പോയിട്ട് ചെയ്തതും അതുപോലെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കേരളത്തിലും കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ ചെയ്യണമെന്നുള്ളത് വയനാട്ടിലും നമ്മൾ ചെയ്യുന്നത് കണ്ടു. കൂടുതൽ അത്തരം കാര്യങ്ങളിലേക്ക് ഇറങ്ങണം എന്നാണോ ആഗ്രഹം? ഈ കൾച്ചറൽ ടൂറിസവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചില കാര്യങ്ങളൊക്കെ കേന്ദ്രവും കേരളവും ഒക്കെ ആലോചിക്കുന്നുണ്ട്. ചില പദ്ധതികളൊക്കെ വഴിയിൽ കിടക്കുന്നു, ചില തർക്കത്തിലും ഒക്കെ ഉണ്ട്. ചീഫ് സെക്രട്ടറിക്ക് കൂടുതൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപെടണം എന്നൊരു താല്പര്യമുണ്ടോ? ടൂറിസമിലെ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് എനിക്ക് ജോലി ചെയ്യാൻ സാധിച്ചില്ല. അവിടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ ചെയ്തു. PhD കഴിഞ്ഞിട്ട് എനിക്ക് ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ അതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കണം, കേരളത്തിൻ്റെ ടൂറിസം രാജസ്ഥാൻ്റെ കാലം വ്യത്യാസമുണ്ട്. രാജസ്ഥാൻ ഈസ് പാർട്ട് ഓഫ് ദി ഗോൾഡൻ ട്രയാങ്കിൾ. 60% ഫോറിൻ ടൂറിസ്റ്റുകൾ വന്നിരിക്കുന്നത് ഡൽഹി, ജയ്പൂർ, ആഗ്ര. അത് കണ്ടിട്ട് തിരിച്ച് പോകും. കേരളം എവിടെയാണ് അവർക്ക് അറിയില്ല. 20-30 വർഷം മുമ്പ് അതായിരുന്നു സ്ഥിതി. അതുകൊണ്ട് കേരള ഡെസ്റ്റിനേഷൻ ആർക്കും അറിയില്ല. നമ്മുടെ വേറെ ഒരു സ്റ്റൈൽ എടുത്തു. ഗോഡ്സ് ഓൺ കൺട്രി പ്രഖ്യാപിച്ചിട്ട് ക്യാമ്പയിനായിട്ട് നടത്തി. നമുക്കവിടെ മഹാരാജാക്കന്മാരല്ല, പാലസസ് അല്ല, ഫോർട്ട്സ് അല്ല, ഈ കൂടുതൽ കളേഴ്സ്, ഫോക്ക് ഡാൻസസ് അങ്ങനെയല്ല. നമുക്ക് വേറെ സംഗതിയുണ്ട്, നേച്ചറുണ്ട്, ഇഷ്ടംപോലെ വെള്ളമുണ്ട്, ഹരിതമുണ്ട്, ആയുർവേദമുണ്ട്, നല്ല മഴ കാണാം. ആ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇത് വേറെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിട്ട് കേരള ഒരു സെപ്പറേറ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ട് നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു.
അത് വർഷങ്ങളായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ക്യാമ്പയിനിൻ്റെ ഭാഗമായിട്ടാണ് കേരള ഒരു സെപ്പറേറ്റ് ഡെസ്റ്റിനേഷനായിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷനായിട്ട് നമുക്ക് ഏറ്റെടുക്കാനും സ്ഥാപിക്കാനും സാധിച്ചു. ഇപ്പോൾ ആ രണ്ടിൻ്റെ കേസ് സ്റ്റഡി ഞാൻ ചെയ്തു എൻ്റെ PhD-യിൽ. ഓക്കെ. ഇപ്പോൾ കൾച്ചറും ടൂറിസം തമ്മിൽ എന്താ വ്യത്യാസം? ടൂറിസം എന്ന് പറയുമ്പോൾ ഇത് 5 സ്റ്റാർ മാത്രമാണോ? ആളുകൾ ഫ്ലൈറ്റിൽ പോകുന്നത് മാത്രമാണോ? ഇതുകൂടാതെ 7 കോടി ആളുകൾ ഈ പിൽഗ്രിം ടൂറിസം നടക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ ഹിമാലയത്തിലേക്ക് പോകുന്നുണ്ട്, ഇല്ലെങ്കിൽ ഈ പാലസസ് ഒക്കെ കാണാൻ പോകുന്നുണ്ട്, ആയുർവേദയിലേക്ക് വരുന്നുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള ആളുകൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവാം. അതിനനുസരിച്ച് നമുക്ക് എല്ലാ പാക്കേജ് അവർക്ക് കൊടുക്കാൻ സാധിക്കണം. എല്ലാവരും ഹിമാലയയിലേക്ക് പോകില്ല, അവർക്ക് ഹരിതത്തിലേക്ക് താല്പര്യം, എല്ലാവർക്കും ടെമ്പിൾ പോകാൻ താല്പര്യം ഉണ്ടാവില്ല, അവർക്ക് ഫോർട്ട് കാണാൻ താല്പര്യം ഉണ്ടാവും. ഇപ്പോൾ അതുകൊണ്ട് കേരളത്തിൻ്റെ നമ്മുടെ ഉണ്ടായിരിക്കുന്ന റിസോഴ്സസ്, നാച്ചുറൽ കലാമിറ്റി, നാച്ചുറൽ ഹെറിറ്റേജ്, നാച്ചുറൽ ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ്, വി ഷുഡ് ബി ഏബിൾ ടു മാർക്കറ്റ് ഇറ്റ് പ്രോപ്പർലി. അത് നമ്മുടെ പക്ഷേ ഒരുപാട് സഹായിച്ചു, നമുക്ക് ചെയ്യാൻ സാധിച്ചു. അങ്ങയുടെ ഗ്രാമത്തിൻ്റെ പേരെന്താണ്? ഡുംഗർപൂർ. ദുംഗർപൂർ. ഉദയപൂരിൻ്റെ സൈഡിലാണ്. രാജ് സിംഗ് ഡുംഗർപൂരിൻ്റെ പേര് കേട്ടിട്ടുണ്ട്. അദ്ദേഹം അവിടുത്തെ രാജാവായിരുന്നു. ഓക്കെ. അപ്പോൾ ദുംഗർപൂരിലെ ജീവിതം അങ്ങേ എന്തെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ട്. അവിടെ 50,000 ആളുകൾ താമസിക്കുന്ന ഒരു ആദിവാസി മേഖലയാണ്. ഞാൻ ഫസ്റ്റ് IAS ആണ് അവിടെ നിന്ന് വന്നിരിക്കുന്നത്. ഓക്കെ. ഇന്ന് വരെ അവിടെ ആരും ഉണ്ടായിട്ടില്ല. ഒരു പക്ഷേ ഞാൻ ഫസ്റ്റ് ചീഫ് സെക്രട്ടറി ആയിരിക്കും. എൻ്റെ നാട്ടിലെ വലിയൊരു ആഘോഷമാണ് ഈ കാര്യത്തിൽ. ഈ 3000 കിലോമീറ്റർ ദൂരെ പോയി ഇവിടുത്തെ ഒരു ജനിച്ച കുട്ടി അവിടെ ചീഫ് സെക്രട്ടറി ആയിരിക്കുകയാണ്. എനിക്ക് വലിയ ഉത്തരവാദിത്തമാണ്, എനിക്ക് വലിയ വിശ്വാസമാണ് കാണിച്ചിരിക്കുന്നത് ഈ സർക്കാർ. എനിക്കതിൽ വളരെ സന്തോഷം, അഭിമാനമുണ്ട്. ഈ നാട്ടിൽ 33 വർഷം ജോലി ചെയ്തിട്ട് എൻ്റെ പേരിൽ വിശ്വാസം, എൻ്റെ പേരിൽ ഈ വന്നിരിക്കുന്ന ഒരു ദൗത്യം, ഉത്തരവാദിത്വം, വിശ്വാസം കൊടുത്തിരിക്കുന്നത് എനിക്ക് വളരെ അഭിമാനമുണ്ട് ഈ കാര്യത്തിൽ. എനിക്ക് സർക്കാരോട് കടപ്പാടുണ്ട് ഈ കാര്യത്തിൽ. കാരണം ഇത്ര വർഷം സർവീസ് ചെയ്തതിന് ശേഷം നമുക്കൊരു ഒരു ഒരു ചെറിയ അംഗീകാരം കിട്ടിയല്ലോ. അപ്പോൾ ഇത്ര വർഷം ചെയ്തില്ല അധ്വാനിക്കുന്ന അതിൻ്റെ ഒരു ഫലമാണ്. പക്ഷേ ഈ നമ്മുടെ എന്തെങ്കിലും ചാലഞ്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് മാറി നിൽക്കാൻ പറ്റില്ലല്ലോ. വി ഹാവ് ടു ഡെവലപ്പ് ന്യൂ സ്ട്രാറ്റജീസ്, വി ഹാവ് ടു ഫേസ് ഇറ്റ്. When a problem comes, you have to find a solution. You have to fight it out. You cannot run away from it. Civil services-ന്റെ ഏറ്റവും വലിയ ചാലഞ്ച് എന്താണ്? പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഓടിപ്പോകാൻ പാടില്ല. ഇപ്പോൾ കളക്ടർമാർക്ക് എന്താ സംഭവിക്കുന്നത്? ദിവസം അവർ നോക്കുന്നുണ്ടല്ലോ. ബോർഡർ തുറക്കുമ്പോൾ ബോർഡർ നോക്കണം, ഫ്ലൈറ്റ്സ് തുറക്കുമ്പോൾ ഫ്ലൈറ്റ്സ് നോക്കണം, ട്രെയിൻസ് തുറക്കുമ്പോൾ റെയിൽവേ സ്റ്റേഷൻസ് കൂടി നോക്കണം. ഈ അതിഥിതൊഴിലാളികളിൽ പോകാനുള്ള പ്രശ്നം, വരാനുള്ള പ്രശ്നം, അതുകൂടാതെ ലോക്ക്ഡൗണിൻ്റെ പ്രശ്നം. അവരാരെ പഠിപ്പിക്കുന്നത്? ഫീൽഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ ചലഞ്ചസ് വരുമ്പോൾ അവർ കൈകാര്യം ചെയ്തില്ലെങ്കിൽ അവർ സക്സസ് ആവില്ല. ജനങ്ങളുടെ എല്ലാത്തിൻ്റെ ജീവൻ ബാധിക്കില്ലേ? ഞാനുൾപ്പെടെ ഇവിടുത്തെ കലക്ടർ തീരുമാനം എടുത്തില്ലെങ്കിൽ ചീഫ് സെക്രട്ടറിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർ പഠിച്ചേ മതിയാവും. പഠിച്ചില്ലെങ്കിൽ അവർ കൊണ്ട് ചെയ്യിപ്പിക്കണം, അവരെ പറഞ്ഞു കൊടുക്കണം, മനസ്സിലാക്കി കൊടുക്കണം. ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, എന്നിലൊരു വിശ്വാസം അർപ്പിച്ചു ഈ സർക്കാർ എന്ന് പറഞ്ഞു. അങ്ങ് വിശ്വാസ്മേത്ത ആയതുകൊണ്ട് മാത്രമല്ല വിശ്വാസ് അർപ്പിച്ചിരിക്കുന്നത്. ചീഫ് സെക്രട്ടറിയാണ്. ആരെയാണ് അങ്ങ് മനസ്സിൽ കണ്ടത്? എന്നെ വിശ്വസിക്കുന്ന അവരാണ് എന്നെ ഏൽപ്പിച്ചത് എന്ന് അതൊരു മുഖമുണ്ടല്ലോ, അതാരാണ്? ഞാൻ നോക്കുന്നത് ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെയാണ്, സംശയമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ ഹോം സെക്രട്ടറി ആയിരുന്നല്ലോ. അപ്പോൾ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ നേതൃത്വം, അദ്ദേഹത്തിൻ്റെ വിശ്വാസമാണ് എനിക്കവിടെ ചീഫ് സെക്രട്ടറി. ഞാൻ സീനിയോറിറ്റി അനുസരിച്ച് ഏറ്റവും സീനിയറാണ്, സംശയമില്ല. പക്ഷെ കഴിവില്ലാത്തൊരാൾ പിന്നെ അവിടെ ചീഫ് സെക്രട്ടറി ആയി സീനിയോറിറ്റി വെച്ചിട്ട് മാത്രം വന്നിട്ട് കാര്യമുണ്ടോ? ഇപ്പോൾ കഴിവുണ്ടെങ്കിൽ എനിക്കത് കാണിച്ചു കൊടുക്കാൻ സാധിക്കണം. 33 വർഷം എക്സ്പീരിയൻസ് കൂടി എനിക്ക് ഉണ്ടല്ലോ. സീനിയോറിറ്റി മാത്രം പിടിച്ചിട്ട് കാര്യമില്ല. അല്ല, ഹോം സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഉള്ള ഒരു അവസ്ഥയിൽ നിന്ന് മാറി ഇനിയിപ്പോൾ എല്ലാ വകുപ്പുകളുടെയും കൂടി കോർഡിനേഷനാണ്. കറക്റ്റ്. അപ്പോൾ അത് അങ്ങനെ വരുന്ന ഒരു ഘട്ടത്തിൽ ഒരു പക്ഷേ ചീഫ് മിനിസ്റ്ററുടെ മനസ്സറിഞ്ഞ് സംസ്ഥാനത്തിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞ് ആ പോളിസി മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ട ഒരു വലിയ ഉത്തരവാദിത്തമാണ്. അത് സാധിക്കും അങ്ങേക്ക്, സംശയമില്ല. ദിവസം ബന്ധപ്പെടണം അതിന് കാരണം അതിനൊരു പൊളിറ്റിക്സും കൂടെ ഉണ്ട്, അതിലേക്കും കൂടെ ഒന്ന് വരേണ്ടി വരും ചിലപ്പോൾ. ഞാൻ പോളിറ്റിക്സ് കളിക്കാൻ വന്നിട്ടില്ല. 3000 കിലോമീറ്റർ വന്നത് പോളിറ്റിക്സ് കളിക്കാനല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ പവർ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല, പൈസയും വേണ്ട, ശമ്പളം കൊണ്ട് ജീവിച്ചാൽ മതി. വിത്ത് ഡിഗ്നിറ്റി ആൻഡ് റെസ്പെക്ട് ഐ വുഡ് ലൈക്ക് ടു റിട്ടയർ ബൈ കോൺട്രിബ്യൂട്ടിങ് മാക്സിമം. ആത്മസംതൃപ്തി കിട്ടാൻ വേണ്ടിയാണ് ഇത്ര ദൂരം വന്നിരിക്കുന്നത്. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ഒരു പോളിസി എന്ന് പറയുന്നത് അതൊരു പൊളിറ്റിക്കൽ കളറുള്ള ഒരു സാധനമാണല്ലോ. ആയിക്കോട്ടെ, പൊളിറ്റിക്സ് ഞാൻ നോക്കേണ്ട അറിയില്ലല്ലോ. പോളിറ്റിക്സിൽ വന്നിരിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി തീരുമാനം ഉണ്ടെങ്കിൽ അത് നമുക്ക് എതിർക്കേണ്ട കാര്യമില്ലല്ലോ.
ഇപ്പോൾ ദിവസമായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായിട്ട് ഇല്ലെങ്കിൽ മന്ത്രിമാരും പല ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ അവരുടെ പോളിസി ആയിട്ട് എടുക്കുമ്പോൾ അത് വ്യക്തിപരമായിട്ടില്ലല്ലോ, റൈറ്റ്. അത് ജനങ്ങൾക്ക് വേണ്ടിയാണ്. അങ്ങേക്ക് അങ്ങയുടെ മുഖ്യമന്ത്രിയെ വിശ്വാസമാണ്. കറക്റ്റ്. അതാണ് തിരിച്ചുള്ള വിശ്വാസം. വേറൊന്ന്, ഇപ്പോൾ അങ്ങേക്ക് അങ്ങയുടെ മുഖ്യമന്ത്രി ഇത് ജനങ്ങൾക്ക് വേണ്ടി എടുക്കുന്ന തീരുമാനം എടുക്കുന്ന മുഖ്യമന്ത്രിയാണ്. സംശയമില്ല. ഇല്ലെങ്കിൽ അവർക്ക് പിന്നെ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യില്ലല്ലോ. ജനങ്ങൾ അവർക്ക് 5 വർഷം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ? അല്ല, എനിക്കറിയില്ല. അങ്ങനെയൊക്കെ വിവാദത്തിലേക്ക് പോകണ്ട. കാരണം ഇത് മാറി മാറി വന്നിരിക്കുന്ന ഭരണമാണല്ലോ. പക്ഷെ നമുക്കൊരു സ്ട്രോങ് ലീഡർ വേണം, അതിൽ എന്താ സംശയം? തീരുമാനം എടുക്കാനുള്ള ആൾ വേണം, അതിൽ എന്താ സംശയം? ഒരു സംശയമില്ല. അതൊരു പ്രത്യേകതയാണ്. എല്ലാ പൊളിറ്റിക്സിനെയും മാറ്റി വെച്ചാലും നമ്മുടെ മുഖ്യമന്ത്രി ഒരു ലീഡർ എന്നുള്ള നിലയ്ക്ക് ഈ പറയുന്ന ഡിസാസ്റ്ററുകളൊക്കെ കൂടി ലീഡർ മാത്രമല്ല, അഡ്മിനിസ്ട്രേറ്ററാണ്. റൈറ്റ്. ഞാൻ ലീഡർ മാത്രം പറയില്ല. ലീഡർ പാർട്ടിക്ക് വേണ്ടിയായിരിക്കും, പിന്നെ MLAക്ക് വേണ്ടിയായിരിക്കും. ഞാൻ അഡ്മിനിസ്ട്രേറ്ററായിട്ടാണ് നോക്കുന്നത്. ഞാനൊരു കാര്യം പറയാം ഡോക്ടർ ലാൽ, എല്ലാ ദിവസവും മീറ്റിംഗ് വിളിച്ചു കഴിഞ്ഞാൽ തീരുമാനങ്ങൾ എടുത്ത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം വീണ്ടും റിവ്യൂ. ഞങ്ങൾക്ക് എങ്ങനെ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റില്ലല്ലോ. നാളെ മറുപടി പറയണ്ടേ? ഞാൻ ഇന്നലെ പറഞ്ഞു, തീരുമാനം എടുത്തു, എന്ത് ചെയ്തു. മാത്രമല്ല, ഈ തീരുമാനങ്ങൾ ജനങ്ങളുടെ അടുത്ത് എത്തിപ്പെടുന്നു. വൈകുന്നേരം കോൺഫറൻസ്, ഒരു പ്രസ് കോൺഫറൻസിലുള്ള കാര്യം പറഞ്ഞു കൊടുക്കുന്നു. ഞങ്ങൾ ഓർഡർ ഇറക്കുന്ന മുമ്പ് സാധനങ്ങൾ എത്തിക്കഴിഞ്ഞു. പോലീസുകാരുടെ അടുത്ത്, ഹെൽത്തുകാരുടെ അടുത്ത്, ജനങ്ങളുടെ അടുത്ത് എത്തിക്കഴിഞ്ഞു. ഓർഡർ ഇഷ്യൂ ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഇതാണ് ചാലഞ്ചസ്. വെൻ യു ഹാവ് എ സ്ട്രോങ് ലീഡർ. ഞാനൊരു വ്യക്തിവിശേഷൻ്റെ കാര്യമല്ല പറയുന്നത്. ഒരു സ്ട്രോങ് ലീഡർ അഡ്മിനിസ്ട്രേറ്റർ കൂടിയാണെങ്കിൽ ഏറ്റെടുക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി ഏറ്റെടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പാക്കാനുള്ള ദൗത്യമല്ലേ ഉണ്ട്, അല്ലേ? എനിക്ക് പൊളിറ്റിക്സ് കളിക്കാനല്ല. അത് എക്സ് അങ്ങനെയാണ്, മറ്റേ ഏത് പാർട്ടിയാണോ നോക്കേണ്ട കാര്യമില്ലല്ലോ. അതിനുവേണ്ടി ഞാൻ വന്നിട്ടില്ല. അപ്പോൾ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അതിനനുസരിച്ച് ഓടേണ്ട അവസ്ഥയാണ് ഈ ഭരണചക്രത്തിന്. കറക്റ്റ് അല്ലേ? കറക്റ്റ്. ഓക്കെ. ഞാനിവിടെ ആണ് പെട്ടെന്ന് ഓർക്കുന്നത്, ഇടയ്ക്ക് ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പോഴുള്ള കാര്യങ്ങളും ദുംഗാർപൂരിനെ കുറിച്ചൊക്കെ ചോദിച്ചു വന്നതും അതുകൊണ്ട് തന്നെയാണ്. പാടാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്ന ഒരാളായിരുന്നു വിശ്വാസ് മേത്ത എന്ന് ഒരുപാട് കണ്ടിട്ടുണ്ട്. ചില പാട്ടുകളും ഗസലും ഒക്കെ വൈറലാണ്. പക്ഷെ മുകേഷ് എന്ന ഗായകൻ്റെ ശബ്ദം വേണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച ഒരു കഥ കേട്ടു. അങ്ങനെ ഉണ്ടായിരുന്നു? അത് ശരിയാണ്. റൈറ്റ്. അതെന്തായിരുന്നു? 1976 ഓഗസ്റ്റ് 27 മുകേഷ് അദ്ദേഹം ഡെട്രോയിറ്റിലെ അമേരിക്കയിൽ ഈ കൺസേർട്ടിനിടയിൽ ഹാർട്ട് അറ്റാക്ക് കൊണ്ട് മരിച്ചു. ഞാൻ 16 വർഷമായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഈ 16 വയസ്സുള്ള കുട്ടിക്ക് എങ്ങനെയാണ് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. പക്ഷെ ഞാനൊരു കുട്ടിയും ഇല്ല, അഡൾട്ടും ഇല്ല. 16 വയസ്സിൽ ഒരു അഡോളസെൻ്റ് ഏജല്ലേ. ആ അഡോളസെൻ്റ് ഏജിൽ ഫ്രണ്ട്സും ഇല്ല, ആരുടെ അടുത്ത് സംസാരിക്കാനും പറ്റില്ല. ഒരു അടുപ്പുള്ള ഏജല്ലേ. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പൊട്ടി കറങ്ങു. എന്നെ ദുഃഖം എനിക്ക് ആരുടെ പറയാനില്ല, ഫ്രണ്ട്സും ഇല്ല. അതിന് മുൻപേ മുകേഷ് ഒരു മുമ്പിലുണ്ട്, മുകേഷ് മനസ്സിലുണ്ട്. ഓക്കെ. ഇത് ഞാൻ തന്നെ അറിഞ്ഞില്ല ശരിക്കും. അപ്പോൾ അത് സത്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ പൊട്ടി കരഞ്ഞിട്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, എനിക്ക് മുകേഷിൻ്റെ ശബ്ദം ഒന്ന് തരാമോ. ഞാൻ മുകേഷോട് പ്രാർത്ഥിച്ചു. ഓക്കെ. 16 ഞാൻ വ്യക്തമായിട്ട് ഓർക്കുന്നുണ്ട്. എനിക്ക് അദ്ദേഹത്തിൻ്റെ വോയിസ് കിട്ടണം. കാരണം ഏറ്റവും വലിയ ദുഃഖം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് കാണപ്പെട്ടില്ലല്ലോ. ആ ഒരു 16 വയസ്സ് കുട്ടിയുള്ള ഒരു മനസ്സിലുള്ള ഇത് ഒരു എന്താ ഇന്നോസെൻ്റ് പ്രേയർ ആയിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഈ പാട്ടൊക്കെ ചെയ്യുമ്പോൾ, പരിപാടിയൊക്കെ ചെയ്യുമ്പോൾ, ടി വിയിൽ പോകുമ്പോൾ, സ്റ്റുഡിയോയിൽ പോകുമ്പോൾ, റെക്കോർഡ് ചെയ്യുമ്പോൾ 1%, 5% എവിടെയെങ്കിലും ഒരു സിമിലാരിറ്റി വന്നു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ നേട്ടമാണ്, ഒരു ഗിഫ്റ്റാണ്, ദൈവത്തിൻ്റെ ഗിഫ്റ്റാണ് എന്ന് പറയാം. പാട്ട് പഠിച്ചിട്ടൊന്നുമില്ല? പഠിച്ചില്ല. പക്ഷെ മുകേഷിൻ്റെ ശരാശരി 1000 കണക്ക് സോങ്സ് എനിക്ക് നേരിട്ട് അറിയാം. പുസ്തകം പോലെ കാണേണ്ട ആവശ്യമില്ല. അതെന്ത് മാജിക്കാണ്? അത് മനസ്സിലായില്ല. അത് ഇത് പാട്ട് ബ്ലഡ് സ്ട്രീമായി പോയി. ഹോബി, നമുക്കെല്ലാവർക്കും ഹോബി ഉണ്ടാവും. ഹോബി ചില സമയത്ത് പാഷനായിട്ട് മാറും. എൻ്റെ ഞാൻ ശാസ്ത്രീയ മ്യൂസിക്കൽ ക്ലാസിക്കലിലേക്ക് പോയിട്ടില്ല. പക്ഷേ ആ പഴയ സോങ്സ്, ഗോൾഡൻ എറാൻ്റെ സോങ്സ് ഉണ്ടല്ലോ, 60 മുതൽ 80 വരെ 90 വരെ ഉള്ള ഈ 30-40 വർഷം ഗോൾഡൻ ഹിസ്റ്ററി ഓഫ് ഹിന്ദി സോങ്സ് ആയിരുന്നു. മുകേഷ്, റഫി, കിഷോർ, ലത, അങ്ങനെ വിദഗ്ധന്മാർ, വലിയ ആളുകളായിരുന്നു ആ സമയത്ത്. അവരുടെ സോങ്സും അവരുടെ കമ്പോസിഷൻസും, മ്യൂസിക് കമ്പോസിഷൻസ്, ലിറിക്സ്, പിക്ചറൈസേഷൻസ്, അത് ഒരു ആ ഘട്ടത്തിലുള്ള അത് ഒരു മാജിക് ആയിരുന്നു. അതെനിക്ക് പഠിക്കാൻ സാധിച്ചു. പിന്നെ ഈ പഠിക്കുമ്പോൾ
ഈ കൂടുതൽ ഈ ടി വി പ്രോഗ്രാംസൊക്കെ ആളുകളുടെ ചോദ്യങ്ങൾ വരാൻ തുടങ്ങി. അപ്പോൾ കൂടുതൽ പഠിക്കേണ്ടി വന്നു. കൂടുതൽ പഠിക്കുമ്പോൾ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലായി. എങ്ങനെയാണ് ഒരു പ്രത്യേക പാട്ട് കാണുന്നത്, എങ്ങനെയാണ് കമ്പോസിഷൻ വന്നത്, അതിന് ബാക്കിൽ ഹിസ്റ്ററി എന്തായിരുന്നു, ഒത്തിരി കഥകൾ എൻ്റെ അടുത്തുണ്ട്. അതിപ്പോൾ ഈ ജോലിയുടെ അതിന് വരാൻ പറ്റില്ല. പക്ഷേ ഞാൻ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്, ദൂരദർശനെ പറ്റി ചെയ്തിട്ടുണ്ട് കുറേ പ്രോഗ്രാം. അല്ല, അത് പലതും കണ്ടിട്ടുമുണ്ട്, പലതും നമ്മുടെ യൂട്യൂബിലൊക്കെ ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ ഇത് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ നടത്താൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ പലരും എനിക്ക് മെസ്സേജ് ഇപ്പോൾ എൻ്റെ ഇതുണ്ട്, ഞാൻ കാണിച്ചു തരാം. അങ്ങയുടെ ഫാൻസ് എന്ന് വേണമെങ്കിൽ പറയാൻ അർത്ഥത്തിൽ ഡോക്ടർ വിശ്വാസ് മേത്ത അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു പാട്ട് പാടിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? അല്ല, പറ്റില്ല. ഞാനൊരു തീരുമാനം എടുത്തിരിക്കുകയാണ്. ചീഫ് സെക്രട്ടറി ആയി കഴിഞ്ഞിട്ട് റിട്ടയർമെൻ്റ് ആയി കഴിഞ്ഞിട്ട് ഞാൻ ആ രംഗത്തിലേക്ക് എത്തും. അതായത് ചീഫ് സെക്രട്ടറി ആയിരിക്കുന്ന കാലഘട്ടത്തിൽ പാട്ട് ഇങ്ങനെയുള്ള അല്ല, പാട്ട് പാടും. ഓക്കെ. പക്ഷെ പബ്ലിക് പരിപാടിയല്ല, ടി വിയിലല്ല, പബ്ലിക് പരിപാടിയില്ല. ബാത്റൂം സിംഗർ ആയിരിക്കും. ബാത്റൂം അല്ല, ഞാൻ എൻ്റെ വീട്ടിൽ പാടും, എൻ്റെ ഫ്രണ്ട്സ് അടുത്ത് പാടും. 2-3 ആളുകൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ മ്യൂസിക് സിസ്റ്റം ഒക്കെ വെച്ചിട്ട്, മ്യൂസിഷ്യൻസ് അല്ല, മ്യൂസിക് ട്രാക്സ് വെച്ചിട്ട് പാടാറുണ്ട്. കാരണം അത് എനിക്ക് അത് കിട്ടാൻ വേണ്ടിയാണ്, റിലാക്സേഷൻ കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ സംഗീതത്തിൽ നിന്ന് വിട്ടുപോകാൻ പാടില്ല, അതെൻ്റെ ഒരു പാഷനല്ലേ, അത് വിട്ടുപോകാൻ പാടില്ല. പക്ഷെ പബ്ലിക്കിൽ പോകാനാണെങ്കിൽ അതിന് 100% അതിൽ ശ്രദ്ധ കൊടുക്കണം. അതെനിക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധിക്കില്ല. ഇപ്പോഴത്തെ ചാലഞ്ചസ് ഉണ്ടല്ലോ, അതിൽ ഞാൻ പബ്ലിക്കിൽ പാടി കഴിഞ്ഞാൽ ശരിയാവില്ല. റൈറ്റ്. ഇപ്പോൾ ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവാദിത്വം അതല്ല. റൈറ്റ്. ഓക്കെ. ആ ഇമേജ് ഞാൻ ബ്രേക്ക് ചെയ്യാൻ അനുവദിക്കുന്നില്ല. ഒരു പക്ഷേ നമ്മുടെ കോവിഡൊക്കെ മാറി അങ്ങയുടെ പ്രവർത്തനം മികച്ചതായി, സർക്കാരിനെ പ്രവർത്തനങ്ങൾക്കൊപ്പം നിന്ന് അതിനെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോയതിന് ശേഷം റിട്ടയർ ചെയ്യുന്നൊരു ഘട്ടത്തിൽ നമുക്ക് തരുന്ന ആദ്യത്തെ ഇന്റർവ്യൂ അല്ലേ? അത് വേണമെങ്കിൽ ചെയ്യാം. ഞാൻ ഇറങ്ങാൻ സമയത്ത് വേണമെങ്കിലും പ്രോഗ്രാം ചെയ്യാം, അവിടെ ചെയ്യാം, ഒരു പ്രശ്നമില്ല. കേരളയ്ക്ക് ചെയ്യാം. ഓക്കെ. ഓക്കെ. പല ടി വിസിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. റൈറ്റ്. ആ സമയത്ത് നോക്കാം. പക്ഷേ സർക്കാരിൻ്റെ അനുവാദത്തോടു കൂടി ചെയ്യുള്ളൂ. ഓക്കെ. ഓക്കെ. വീണ്ടും നമ്മൾ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വന്നാൽ, ശ്രീ ടോം ജോസ് കഴിഞ്ഞ ദിവസം വരെ ഇരുന്ന കസേരയിലാണ് അങ്ങ് ഇപ്പോൾ അവിടെ നിന്ന് ഇരുന്നിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു കഴിഞ്ഞ ദിവസം, ആ കസേരയിൽ ഇരിക്കുന്ന ഡോക്ടർ വിശ്വാസ് മേത്തയ്ക്ക് എന്ത് ഉപദേശമാണ് അങ്ങ് കൊടുക്കുന്നത്, അങ്ങേക്ക് എന്തെങ്കിലും പറയാനുണ്ടോ, ആ കസേരയെക്കുറിച്ച് എന്തെങ്കിലും ഗുണമോ ദോഷമോ പറയാനുണ്ടോ എന്ന്. അദ്ദേഹം ഡോക്ടർ വിശ്വാസ് മേത്തയിൽ ഒരുപാട് വിശ്വാസമുണ്ട് അദ്ദേഹത്തിന്, അതൊക്കെ മനസ്സിലാക്കാൻ കഴിവുള്ള ആളാണ് അങ്ങ് എന്നാണ് പറഞ്ഞത്. ശ്രീ ടോം ജോസിനെ എങ്ങനെ വിലയിരുത്തുന്നു? മുൻഗാമി നല്ലൊരു ആളാണ്, അത് നല്ല ഓഫീസറാണ്, വലിയ മനസ്സുള്ള ആളാണ്, നല്ല വിഷനുള്ള ആളാണ്. അത് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാൻ പേരെടുത്ത് പറയില്ല. കുറേ നാളായിട്ട് ഞങ്ങൾ ഇത്ര വർഷം സർവീസിലാണല്ലോ, കുറേ വർഷങ്ങളായിട്ട് ഒരുമിച്ച് ജോലി ചെയ്യുന്നവരല്ലേ, പടിയായിട്ട് നമ്മുടെ ആ ലെവലിലേക്ക് എത്തി. അതെ. ഈ ചീഫ് സെക്രട്ടറി കൂടെ അവരുടെ പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെൻ്റ് ആളുകൾ ഒരുമിച്ച് നടക്കാറുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ആ വിശ്വാസം ഇങ്ങോട്ടും വേണ്ടേ? ഇപ്പോൾ സെക്കൻഡ് ഇൻ റാങ്ക് അല്ലെങ്കിൽ തേർഡ് സീനിയർ മോസ്റ്റ് ഓഫീസർ അവർ നിങ്ങൾ കോൺഫറൻസിൽ എടുക്കുന്നുണ്ടോ? ചീഫ് സെക്രട്ടറി ഹോം സെക്രട്ടറി കൂടെ എല്ലാ മീറ്റിംഗ്സിൽ പങ്കെടുക്കുന്നുണ്ടോ? അങ്ങോട്ടും സംസാരിക്കുന്നുണ്ടോ? ചിലപ്പോൾ അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമായാൽ ഭരണം ബാധിക്കില്ലേ? അങ്ങനെയുള്ള ഞാൻ 2 വർഷമായിട്ട് കണ്ടിട്ടില്ല. എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം നമ്മളെ സംസാരിച്ചിട്ട് ഒരു കോൺഫിഡൻസ് എടുക്കും. ഹി ഡസൻ ലുക്ക് അറ്റ് സെക്കൻഡ് ഇൻ കമാൻഡ് എസ് എ ത്രെറ്റ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ബ്യൂറോക്രസി ഈസ് ഫോർ കണ്ടിന്യൂറ്റി. അദ്ദേഹം തുടങ്ങി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയല്ലേ, സ്വന്തം കാര്യത്തിന് വേണ്ടിയില്ലല്ലോ. അത് ഞാൻ തുടരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പുതിയ പ്രോജക്റ്റ് നോക്കേണ്ട ഇപ്പോൾ സമയമില്ല. ഗവൺമെൻറ് ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്ന, മുഖ്യമന്ത്രി അല്ലെങ്കിൽ സർക്കാർ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്ന ചില പ്രധാനപ്പെട്ട പ്രോജക്ട്സ് അത് ഒരു ഘട്ടത്തിൽ വരെ എത്തിയല്ലോ, എല്ലാം പൂർത്തിയാക്കാൻ സാധിച്ചില്ല. അത് അദ്ദേഹം അവസാനിക്കുന്ന മുതൽ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകും. റൈറ്റ്. അത് എൻ്റെ ദൗത്യമാണ്. ഓക്കെ. ശ്രീ ടോം ജോസും അങ്ങുമായിട്ട് അക്കാര്യത്തിലൊരു സാമ്യവുമുണ്ട്. ഇങ്ങനെയുള്ള കാര്യം അദ്ദേഹം ഈ പറഞ്ഞതുപോലെ എല്ലാവരുമായിട്ടൊരു സൗഹൃദം ഉണ്ടാക്കി കൊണ്ടുപോകണം, മുന്നോട്ട് എല്ലാ ഏകോപനമൊക്കെ നടത്തണമെങ്കിൽ ഇങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടെങ്കിലേ സാധിക്കുകയുള്ളൂ. ഓക്കെ. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിലുള്ളൊരു ബന്ധത്തെ നന്നാക്കി കൊണ്ടുപോകാൻ ഒരു സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് ഒരുപാട് റോളുണ്ട് അതിനകത്ത്. ഒരുപക്ഷെ പൊളിറ്റിക്കലായ 2 സർക്കാരുകളായിരിക്കും അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടാകുക. പക്ഷേ ബ്യൂറോക്രസി ഒരു കണ്ടിന്യൂറ്റി ആണെന്ന് പറഞ്ഞതുപോലെ അവിടുത്തെ ബ്യൂറോക്രസിയും ഇവിടുത്തെ ബ്യൂറോക്രസിയും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ടാക്കി, സമവായമുണ്ടാക്കി, സാമ്പത്തികമായ കാര്യങ്ങൾ കൊണ്ടുവരാനും, ഇപ്പോൾ കൊറോണയാണെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളിൽ വേണ്ട സ്കീമുകൾ നടപ്പിലാക്കാനും ഒക്കെ ചീഫ് സെക്രട്ടറിക്ക് കുറേ റോളുണ്ട്. അത് രാജസ്ഥാനിൽ നിന്ന് വന്ന ഡോക്ടർ വിശ്വാസ് മേത്തയ്ക്ക് കൂടുതൽ എളുപ്പമായിരിക്കും ശ്രീ ടോം ജോസിനേക്കാൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കമ്പാരിസൺ വേണ്ട, അങ്ങനെ സാധിക്കും എന്ന് അങ്ങനെ ഒരു തോന്നലുണ്ടോ? അല്ല, അതിനകത്തൊരു കാര്യം മനസ്സിലാക്കണം. ഇത് മലയാളി ആണെങ്കിലും രാജസ്ഥാനിക്കാരനാണെങ്കിലും
ചീഫ് സെക്രട്ടറിൻ്റെ ഒരു പ്രത്യേക സ്ഥാനമുണ്ടല്ലോ. എൻ്റെ കൗണ്ടർ പാർട്സാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിലെ പല സെക്രട്ടറിമാർ, മറ്റേ സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാർ. ഓക്കെ. കുറേ സംസ്ഥാനങ്ങളുടെ ബാച്ച്മേറ്റ് ഞങ്ങൾ ഒരുമിച്ച് ജോലിയിൽ കയറിയ ആളെ ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ സെക്രട്ടറിമാരായിട്ട് ഇരിക്കുന്നത്. അവർ വിളിച്ചോ ഇപ്പോൾ ചീഫ് സെക്രട്ടറി? സംശയമില്ല. ഓക്കെ. സംശയമില്ല, എല്ലാവരും വിളിക്കുക. ഞങ്ങൾ ചീഫ് സെക്രട്ടറി ഗ്രൂപ്പുണ്ട്. ഓക്കെ. എവർ ഫസ്റ്റ് നെയിമിൽ വിളിക്കുന്ന ആളുകളാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിലെ സെക്രട്ടറിമാരുണ്ട്. അവർ ബാച്ച്മേറ്റ്സ് ആണ്, ഒരുമിച്ച് വന്നിരിക്കുന്ന ആളുകളാണ്, ഒരേ വയസ്സിലിരിക്കുന്ന ആളുകളാണ്, നമ്മുടെ സർവീസിൽ കയറിയതാണ്. ഇപ്പോൾ ആ ഒരു സൗഹാർദ്ദം, ആ റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ ബ്യൂറോക്രസി, അതാണ് നമ്മുടെ നേട്ടം. ഇത് ഇറ്റ്സ് നോട്ട് അബൌട്ട് മലയാളിയാണോ രാജസ്ഥാൻ അല്ല. ഞാനവിടെ ജോയിൻ ചെയ്യുന്ന ശേഷം എൻ്റെ കാലത്ത് സീനിയറായിട്ടുള്ള ക്യാബിനറ്റ് സെക്രട്ടറിയും ഹോം സെക്രട്ടറിയും ഹെൽത്ത് സെക്രട്ടറിയായിട്ട് 3 ആളെ ഞാൻ ഒരു ദിവസം കൊണ്ട് സംസാരിച്ചല്ലോ ഇവിടുത്തെ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി. കുറേ ഇൻഫോർമലായിട്ട് പറയും, ചില കാര്യങ്ങൾ ഫോർമലായിട്ട് പറയും. അത് കൊണ്ടുവരാൻ സ്റ്റേറ്റിന് വേണ്ടിയാണല്ലേ. ഇപ്പോൾ അത് തീർച്ചയായിട്ടുണ്ടാവണം, അതുണ്ടാവണം. അത് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എപ്പോഴും ഉണ്ടാവണം. പോളിറ്റിക്സിൻ്റെ സ്ഥലത്ത് ഇരിക്കട്ടെ, അത് പൊളിറ്റീഷ്യൻസൊക്കെ ഇരിക്കട്ടെ. ഓഫീസേഴ്സിൻ്റെ ലെവലിൽ ഞങ്ങൾ പൊളിറ്റിക്സ് കളിക്കാൻ പാടില്ല, ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം വരാൻ പാടില്ല. ജനങ്ങൾക്ക് വേണ്ടി, ഈ സ്റ്റേറ്റിന് വേണ്ടി നമ്മുടെ അങ്ങേറ്റം സിൻസിയറിറ്റി കൊണ്ട്, ഹാർഡ് വർക്ക് കൊണ്ട് നമ്മുടെ കാര്യം തീർച്ചയായിട്ടും ചെയ്യണം, സംശയമില്ല. ഓക്കെ. ഇന്ത്യക്ക് പുറത്ത് ഒരു 41ഓളം രാജ്യങ്ങൾ, ഞാൻ എണ്ണി നോക്കിയപ്പോൾ അത്രയാണ് കണ്ടത്, തെറ്റ് ആകാം, അത്രയും രാജ്യങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുണ്ട് ഡോക്ടർ വിശ്വാസ് മേത്ത എന്ന് എനിക്ക് തോന്നുന്നു. ആയിരിക്കും. എത്രയാണെന്ന് സ്വയം ഓർക്കുന്നുണ്ടോ? എത്ര ആയിരിക്കും? 40 ആയിരിക്കും. 40-ന് പുറത്താണ് ഞാൻ എണ്ണിയപ്പോൾ കണ്ടത്. ഇവിടേക്ക് ചില രാജ്യങ്ങൾ, ഇപ്പോൾ ചൈന ആൻഡ് ഹോങ്കോങ് എന്നൊക്കെ എഴുതി വെച്ചതുകൊണ്ട് ഞാനത് ഒന്നായിട്ടൊക്കെ കൂട്ടിയിട്ടുള്ളൂ. അപ്പോൾ അതുപോലെയുള്ള പല കാര്യങ്ങൾ, അപ്പോൾ പുറത്തേക്കുള്ള രാജ്യങ്ങളിലൊക്കെ പോയി അവിടെ നിന്ന് കണ്ടെത്തിയ പല കാര്യങ്ങളും ഇവിടെ ചിലപ്പോൾ നമുക്ക് ഒരുപാട് ഉപയോഗപ്പെട്ടേക്കാം. അങ്ങനെയൊക്കെ ഉണ്ടോ ഈ 41 രാജ്യങ്ങളിലേക്ക് പോയപ്പോൾ? സംശയമില്ല. നമ്മുടെ ഒരു കിണറിലൊരു തവള പോലെ ആവാൻ പാടില്ല. അത് ഒരുപാട് ആളുകൾക്ക് സംഭവിക്കാറുണ്ട്. അവിടെ തന്നെ അങ്ങ് ഇരുന്ന് പോകും. അവിടെ തവള അങ്ങനെ ആലോചിക്കുക, അതാണ് ബ്രഹ്മാണ്ടം, അതാണ് സമുദ്രം. അത് നമ്മുടെ ലോകത്തിൽ പല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നല്ല കാര്യങ്ങളുണ്ട്, മോശ കാര്യങ്ങളുണ്ട്. നല്ല കാര്യം ഏറ്റെടുക്കുക, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലേക്ക് മുന്നോട്ട് പോയാൽ മതി. ഇപ്പോൾ അവിടെ ഇപ്പോൾ ഞാനും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൂടെ നെതർലാൻഡ്സ് പോയില്ല. അപ്പോൾ റൂം ഫോർ റിവർ കൺസെപ്റ്റ് അവിടെ നമുക്ക് നടപ്പാക്കാം. വെള്ളം ഒഴിക്കാൻ, വാട്ട് ഈസ് ദ ഡച്ച് കൺസെപ്റ്റ് ഓഫ് വാട്ടർ? ഡോണ്ട് ഫൈറ്റ് ദ നേച്ചർ, ദേ സേ വർക്ക് വിത്ത് ദ നേച്ചർ. നേച്ചറുമായിട്ട് ഫൈറ്റ് ചെയ്യേണ്ട കാര്യമില്ല, നേച്ചറിൻ്റെ കൂടെ നമുക്ക് ജോലി ചെയ്യിക്കാം. അത് ഒരു സിമ്പിൾ കോമൺ സെൻസുള്ള വർക്കല്ലേ. അതാണ് നമ്മുടെ ഇവിടെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നടപ്പാക്കാൻ സാധിച്ചിട്ടുണ്ടോ, സാധിച്ചിട്ടില്ല, അതിനകത്ത് തടസ്സങ്ങൾ ഉണ്ടോ, നിയമപ്രശ്നമുണ്ടോ, അത് നോക്കാൻ വേണ്ടിയല്ലേ ഞങ്ങൾ അവിടെ ഇരിക്കുന്നത്. പക്ഷേ അതൊന്നും അത്ര എളുപ്പമല്ല. പലപ്പോഴും ഇങ്ങനെ പല രാജ്യത്തു നിന്നും കണ്ടെത്തിയ നല്ല കാര്യങ്ങൾ ഒന്ന് കേരളത്തിലേക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോഴത്തേക്കും അത് ചിലപ്പോൾ ഇവിടെ അക്സെപ്റ്റബിൾ ആകണമെന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നുന്ന ചില കാര്യങ്ങൾ കണ്ടെത്തി നടപ്പിലാക്കാൻ പറ്റുന്നില്ല എന്നൊരു തോന്നൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അല്ല, കുറച്ചൊരു ആറ്റിറ്റ്യൂഡിൽ വ്യത്യാസം വരണം, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡായിട്ട് പോകണം. അൺഫോർച്ചുനേറ്റ്ലി കേരളത്തിലെ ഒരു വിവാദങ്ങൾ സൃഷ്ടിക്കുന്നുള്ളൂ, അത് കൂടി ആയിപ്പോയി. നമ്മുടെ എല്ലാത്തിനും ക്രിട്ടിസൈസ് ചെയ്യാം. അതിന് മീഡിയയാണ് പലപ്പോഴും സംശയമില്ല. ഞാൻ അതുകൊണ്ട് മീഡിയ കൂടുതൽ പോകാറില്ല. കാരണം ഞാൻ ഇലക്ഷൻ മത്സരിക്കാൻ അവിടെ വന്നില്ലല്ലോ. ഞാനവിടെ ചീഫ് സെക്രട്ടറി ആയി കഴിഞ്ഞിട്ടാണ് വിശ്വാസ് മേത്ത ആരാണെന്ന് ആളുകൾ വിളിക്കുന്നത്. അതിനു മുമ്പ് ആരും ഹോം സെക്രട്ടറി ആയിട്ട് 1 വർഷം ഉണ്ടായിരുന്നല്ലോ, മീഡിയയിലേക്ക് പോയില്ലല്ലോ. കേരളയിൽ ഇന്നവരെ ഫസ്റ്റ് ടൈമല്ലേ വന്നിരിക്കുന്നത്. ഇപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കൊരു പബ്ലിക് ഇമേജ് വേണ്ട, സർക്കാരിൻ്റെ ഇമേജാണ് വേണ്ടത്. ആ സർക്കാരിൻ്റെ ഇമേജ് നല്ലതാണെങ്കിൽ അത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പാണ് ഗുണമുണ്ടാവുന്നത്. മീഡിയ മനഃപൂർവ്വം കോൺട്രവേഴ്സി ഉണ്ടാക്കുന്നു തോന്നുന്നു. സംശയമില്ല. അത് സെൻസേഷൻ കിട്ടാൻ വേണ്ടി ചീഫ് സെക്രട്ടറിക്ക് അത് ഗുണമാണോ ഇങ്ങനെ തുറന്നു പറയുന്നത്? അല്ല, പറയാം. അതിലെന്താ, ഞാനൊരു എക്സാമ്പിൾ പറയാം. കേരള മോഡലിനെ കുറിച്ച് സംസാരിക്കുന്നത് പല സംസ്ഥാനങ്ങളിലെ നാഷണൽ ലെവൽ, ഇൻ്റർനാഷണൽ ലെവലിൽ സംസാരിക്കുന്നത്. നമ്മുടെ ആളുകൾ ദിവസം ടി വി നോക്ക്. എനിക്കറിയില്ല, ഞാൻ കൂടുതൽ കാണാറില്ല. പക്ഷേ അത് നോക്കിയാൽ കേരള മോഡലിനെ കുറിച്ച് നമ്മുടെ നാട്ടിലെ ആളുകൾ സംസാരിക്കുന്നുണ്ടോ, മീഡിയ സംസാരിച്ചിട്ടുണ്ടോ, നല്ല മോഡലാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? താഴെ മുതൽ ഡീസെൻട്രലൈസ് പ്ലാനിങ്, വാർഡ് ലെവൽ കമ്മിറ്റി മുതൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വരെ ഇത് കംപ്ലീറ്റ് ഒരു ചെയിനല്ലേ. ഒരു യുദ്ധം ചെയ്യുമ്പോൾ ജനറൽ മുതൽ താഴെ ഈ ഫുഡ് സോൾജിയർ വരെ അവരുടെ എല്ലാവരുടെ പങ്കല്ലേ. അത് നമുക്ക് അംഗീകരിക്കാനും അതിൽ ഒരു പബ്ലിസിറ്റി കൊടുക്കാൻ എന്താ കുഴപ്പം? എല്ലാത്തിനും ക്രിറ്റിസിസം, എല്ലാത്തിനും നെഗറ്റീവായിട്ട് മാത്രം നോക്കിയിട്ട് കാര്യമുണ്ടോ? നമ്മൾ എന്ത് കാര്യം ചെയ്താലും ഇപ്പോൾ സെൻറ്ററും സ്റ്റേറ്റ് തമ്മിൽ അടി, കാര്യമുണ്ടോ? ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയാം.
അത് കൺട്രവേഴ്സിയിലേക്ക് പോകാൻ വേണ്ടിയല്ല. റൈറ്റ്. കർണാടക ഹോം ക്വാറന്റൈൻ്റെ കാര്യത്തിൽ ഒരു ഓർഡർ നേരത്തെ ഇറങ്ങി. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഓർഡേഴ്സിൻ്റെ വിരുദ്ധമായിരുന്നു. ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, മീഡിയ ഉന്നയിച്ചില്ല. നമുക്കവിടെ കോടതി, ഹൈക്കോടതി കേസ് പോയി. മീഡിയക്കാർ വല്ലാത്ത ഇഷ്യൂ ഉണ്ടാക്കി, സ്റ്റേറ്റ് ഗവൺമെൻറ് അനുസരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്. ഹോം ക്വാറന്റൈൻ നമ്മുടെ സക്സസ്ഫുൾ എക്സ്പെരിമെൻ്റ് ആയിരുന്നു. അതിലെന്താ കുഴപ്പം? നമ്മളത് വളരെ സ്ട്രിക്റ്റായിട്ട് പാലിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരു വിവാദങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി മാത്രം ആണോ മീഡിയ? കുറച്ച് ഉത്തരവാദിത്തം എടുക്കണ്ടേ? നമ്മൾ എത്ര അധികം ജോലി ചെയ്യുമ്പോൾ കുറച്ചൊരു റെസ്പോൺസിബിൾ കൂടി വേണം. എനിക്ക് പറയാനുള്ളത് കുറച്ച് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വേണം. ചില മീഡിയ എങ്ങനെ പറയുന്നത്, ഇപ്പോൾ ഒപ്പോസിഷനിലുള്ള ചില ആളുകളൊക്കെ ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുമ്പോൾ അവരത് കാണിക്കുന്നു എന്നേ ഉള്ളൂ, മീഡിയ ആയിട്ട് കോൺട്രവേഴ്സി കൊണ്ടുവരുന്നതല്ല. അപ്പോൾ വേറെ ആരോ പുറത്തു നിന്ന് പൊളിറ്റിക്സിൻ്റെ പേരിൽ ഇതൊക്കെ ഇങ്ങനെ അങ്ങ് പറഞ്ഞതുപോലത്തെ കാര്യങ്ങൾ ഈ കൊറോണയുടെ കാലത്തും പറയുന്നു. അപ്പോൾ അത് വിവാദമാകുന്നു, ആ വാർത്ത കാണിക്കുമ്പോൾ വിവാദമാകുന്നു. അങ്ങനെയാണ്. അല്ല, ഈ പോളിറ്റിക്സ് ഇരിക്കട്ടെ, ഒപ്പോസിഷൻ ഏത് ഒപ്പോസിഷൻ ആണെങ്കിൽ അവർ സർക്കാരിൻ്റെ എതിരായിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കും. അത് ഒരു പക്ഷേ നല്ലതാണ്, ഒരു പക്ഷേ മോശമാണ്. നല്ല കാര്യങ്ങൾ അവഗണിക്കാൻ പാടില്ല, ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യാം. അത് നമുക്ക് കറക്റ്റ് ചെയ്യാം. അതിനു വേണ്ടിയല്ലേ ഒപ്പോസിഷൻ. ഒപ്പോസിഷൻ ആണെങ്കിൽ കുറച്ച് ബാലൻസ് ആയിട്ട് പോകാം. കോവിഡിൻ്റെ ഈ പശ്ചാത്തലത്തിൽ ഇത്തരം കോൺട്രവേഴ്സികൾ അത് മീഡിയ ആണെങ്കിലും പോളിറ്റിക്സിൻ്റെ പേരിലാണെങ്കിലും ഒഴിവാക്കണം. അത് പൊതുവെ ഒരു ഗൈഡ് ലൈനാണ്, എല്ലാവരും അംഗീകരിച്ചിട്ടുള്ളത്. സുപ്രീം കോർട്ട് വരെ സംസാരിച്ചില്ലേ? ഒരു ഫേക്ക് ന്യൂസ് തരാൻ പാടില്ല. പക്ഷേ എന്നിട്ട് നടക്കുന്നുണ്ട്. നമ്മുടെ അതിഥി തൊഴിലാളികൾ പറഞ്ഞ് നടക്കുന്ന ഈ സംസ്ഥാനം മാത്രമാണ് ഗസ്റ്റ് വർക്കേഴ്സ്. എൻ്റെ നാട്ടിലെ പോലെ രാജസ്ഥാൻ പോലെ അവർ ഗസ്റ്റ് വർക്കർ പറയാറില്ല, മൈഗ്രൻ്റ് ലേബേഴ്സ്. അവർക്ക് ഉണ്ടായിരിക്കുന്ന സ്ഥിതി കണ്ടില്ലേ? കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ടോ? 5 ലക്ഷം ആളുകളുണ്ടായിരുന്നു. ഇപ്പോൾ അല്ല, 2 മാസം മുമ്പ്, 1.5 മാസം മുമ്പ് നമ്മുടെ CM അത് എന്നോട് പറഞ്ഞു, അത് അവരുടെ കാര്യം പ്രത്യേകം നോക്കണം, അവർക്ക് ബുദ്ധിമുട്ട് വരാൻ പാടില്ല, അവർ പട്ടിണിയായിട്ടിരിക്കുകയാണ്, ജോലിയില്ല, അവരുടെ ഭാഷ പഠിക്കുന്നില്ല, ഭക്ഷണം ശരിയാവുന്നില്ല, ഒന്ന് നോക്കാമോ, പ്രത്യേകം നോക്കാമോ, ക്യാമ്പ് ആരെങ്കിലും സന്ദർശിക്കണം, അവർക്ക് എല്ലാ കാര്യങ്ങളും നോക്കണം. ഹോം ഗാർഡ് നിയമിച്ചു, അവരുടെ ഭാഷ സംസാരിക്കാൻ തുടങ്ങി, കൺട്രോളിനുമൊക്കെ തുടങ്ങി, ആളുകൾ പോകാൻ തുടങ്ങി, ലേബർ ഡിപ്പാർട്ട്മെൻറ്റും നമ്മുടെ ആളുകളൊക്കെ സംസാരിക്കാൻ തുടങ്ങി. ഞാൻ തന്നെ മീഡിയ ചാനലിലെ, മലയാളം ചാനലിലെ ഹിന്ദിയിൽ സംസാരിച്ചു അവർക്ക് വേണ്ടി. ഈ ഫസ്റ്റ് ട്രെയിൻ പോയി അത് തടന് പോയാൽ ബാക്കി ട്രെയിൻസ് പോകില്ല. എനിക്ക് ഹിന്ദിയിൽ പറയേണ്ടി വന്നു. ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്, കേരള ആക്ച്വലി ഡസ് ലോട്ട് ഓഫ് തിങ്സ് മച്ച് ബിഫോർ അതർ സ്റ്റേറ്റ്സ് തിങ്ക്. അത് സംശയമില്ല. നമ്മുടെ കുറച്ച് മുന്നോട്ടാണ്. ഹെൽത്തിൽ മാത്രമല്ല, ലിറ്ററസിയിൽ മാത്രമാണ്. അതുകൊണ്ട് പോസിറ്റീവിലേക്ക് നമ്മുടെ സ്റ്റോറീസിൽ മീഡിയ, ഇവിടുത്തെ മീഡിയ ഒരു മാതൃകയായിട്ട് കാണിക്കണം. എന്തുകൊണ്ട് നെഗറ്റീവ് മാത്രമാണ് നോക്കുന്നത്? ഈ അവർ തമ്മിൽ മത്സരമായത് കൊണ്ടാണോ? എനിക്ക് തോന്നുന്നു അത് ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കും. ഒത്തിരി ചാനൽസ് ആയതുകൊണ്ട് ഭയങ്കര മത്സരം. ഇവൻ പോസിറ്റീവ് സ്റ്റോറി ആരും പിന്നെ നോക്കില്ല, വിവാദങ്ങളാണെങ്കിൽ എല്ലാവരും നോക്കും. അതൊരു ഷോർട്ട് വിഷൻ അല്ലേ, ലോങ് വിഷൻ അല്ല. പോസിറ്റീവായി പല ഡിസ്കഷൻസ് നമ്മൾ നടത്തുമ്പോൾ ഇപ്പോൾ ആളുകൾ കൂടുതൽ കാണുന്നുണ്ട്. ആളുകൾക്ക് ഇപ്പോൾ താല്പര്യം അതാണ്, കോൺട്രവേഴ്സി അല്ല. അത് ഒരുപക്ഷെ അങ്ങ് കോൺട്രവേഴ്സിയെ പേടിച്ചായിരിക്കണം ഈ ന്യൂസും ഒന്നും. ഞാൻ പേടിക്കാറില്ല, എനിക്ക് പേടിക്കാനൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എൻ്റെ എത്ര ദൂരം നിന്ന് വന്നിരിക്കുന്നത്, എൻ്റെ കാഴ്ചപ്പാട് വളരെ ക്ലിയറാണ്. എത്ര വർഷം സർവീസിൽ ഞാൻ എന്തെങ്കിലും ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടോ? അതിൽ 100 ആളുകൾക്ക് എന്തെങ്കിലും കാര്യം ചെയ്ത് കഴിഞ്ഞാൽ 2 ആൾ മാത്രമേ നന്ദി പറയുള്ളൂ. 98 ആളുകൾ അറിയില്ല. പക്ഷേ 2 ആളുകൾ മതി. അതുകൊണ്ട് എനിക്ക് ജീവിക്കാം, അതുകൊണ്ട് എനിക്ക് സംതൃപ്തിയായിട്ടിരിക്കാം. ചില ആളുകൾ ദുഃഖിക്കും, 98 ആളുകൾ വിളിച്ചില്ല. അത് നമ്മുടെ കാഴ്ചപ്പാടല്ലേ. എ ഗ്ലാസ് ഇസ് ഫുൾ ഓഫ് വാട്ടർ ഓർ ഹാഫ് ഫുള്ളാണോ ഹാഫാണ്? ഇപ്പോൾ ഹാഫ് ഇല്ലാത്തത് കൊണ്ട് എവിടെ ആൾ ദുഃഖിക്കുന്നു. മറ്റേ ആൾ പറഞ്ഞു എത്ര കിട്ടിയല്ലോ. എൻ്റെ നാട്ടിലെ ഓരോ തുള്ളി വെള്ളം കിട്ടാൻ വേണ്ടി 10 കിലോമീറ്റർ നടക്കണം. അങ്ങനെയുള്ള ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. എൻ്റെ നാട്ടിലെ ഡുങ്ങർപൂർ എന്ന സ്ഥലത്ത് ട്രെയിൻ കാണാത്തവർ ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന് വരെ ട്രെയിൻ കണ്ടിട്ടില്ല അവരുടെ ജീവിതത്തിൽ. അതേമാതിരി കേരളീയരുണ്ട്, സ്നോ കാണാത്തവരുണ്ടല്ലോ. അപ്പോൾ ആ വ്യത്യാസങ്ങളുണ്ട്. അതാണ് നമ്മുടെ കൺട്രീൻ്റെ ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടമല്ലേ. വ്യത്യസ്തമായിട്ടുള്ള ആളുകൾ, വ്യത്യസ്ത മതമുള്ള ആളുകൾ, വ്യത്യസ്ത ഐഡിയോളജിയിലുള്ള ആളുകൾ ഒരുമിച്ച് താമസിക്കുന്നു. കേരളത്തിൻ്റെ വലിയ മോഡൽ എവിടെ ആയിരിക്കും? ഇന്ന് വരെ എവിടെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻസ് അങ്ങനെ റൈറ്റ്സ് ഉണ്ടാവാറുണ്ടോ? ഇത്ര പ്രശ്നമാണെങ്കിലും ഉണ്ടാവാറില്ല. ഈ ഏറ്റവും ക്ലാസിക് എക്സാമ്പിൾ ഈ ട്രിവാൻഡ്രം നമ്മുടെ ക്യാപിറ്റൽ ടൗൺ അല്ലേ, ഞാൻ പറയാം, ഡോക്ടർ ലാലടുത്ത് പറയാം. ഞാൻ നോക്കിയിട്ടുള്ളത് പാളയം എല്ലാം 3 ഉണ്ട്. 300 മീറ്ററിൻ്റെ അകത്താണ്. ഒരു പള്ളിയുണ്ട്, ഒരു ചർച്ചുണ്ട്, ഒരു ടെമ്പിളുണ്ട്. 3 സ്ഥലത്ത് 3 ആളുകൾ വന്നിട്ട് ഇന്ന് വരെ 33 വർഷത്തിലെ ഈ 3 സ്ഥലം അവർ തമ്മിൽ അടി ഉണ്ടായിട്ടുണ്ടോ? ഇല്ലെങ്കിൽ കല്ലെറി ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അതാണ് ഏറ്റവും വലിയ നമ്മുടെ വിജയം.
ഒരു പക്ഷേ എൻ്റെ നാട്ടിൽ നടക്കില്ല, രാജസ്ഥാനിൽ യു പിയിൽ ചിലപ്പോൾ നടക്കില്ല, പറയാൻ പറ്റില്ല. വിദ്യാഭ്യാസം ഉള്ളവരായതുകൊണ്ടല്ലേ. സോ വി ആർ ഡെഫിനറ്റ്ലി ബെറ്റർ ദൻ ദം. അത് നമ്മുടെ ദിവസവും നമ്മുടെ കാഴ്ചപ്പാടിൽ, നമ്മുടെ പ്രവൃത്തിയിൽ, നമ്മുടെ ആക്ഷനിലെ ഇംപ്ലിമെൻറ്റേഷനിലേക്ക് ഇത് കാണിക്കാൻ സാധിക്കണം. ഇത് പറഞ്ഞതുകൊണ്ടാണ് ഡോക്ടർ വിശ്വാസ് മേത്ത പറഞ്ഞ കാര്യം, വിദ്യാഭ്യാസം കൊണ്ട് മാത്രമാണോ ഈ രാജസ്ഥാനിലോ യു പിയിലോ അങ്ങനെ പെട്ടെന്നൊരു പ്രശ്നം ഉണ്ടാകുന്നു, കേരളത്തിൽ അത് കുറച്ചുകൂടി ഒരു നിയന്ത്രിതമായ രീതിയിൽ വരുന്നു എന്ന് പറയുന്നത് ഇവിടുത്തെ അങ്ങ് ഇഷ്ടപ്പെട്ടാലില്ലെങ്കിൽ ആ ഒരു പോളിറ്റിക്സിൻ്റെയും ഗവൺമെൻറ്റിൻ്റെ ഇടപെടലിൻ്റെയും ഒക്കെ അങ്ങനത്തെ ഒരു എഡ്യൂക്കേഷൻ്റെയും കൂടി ഫലമല്ല? എല്ലാ ഫാക്ടേഴ്സാണ് അത്. പോളിറ്റിക്സ് മാത്രമല്ല, ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു അപകടമുണ്ടായാൽ ജനങ്ങൾ സർക്കാരിന് വേണ്ടി കാത്തിരിക്കില്ല, അവരിടപെടും. ഈ വെള്ളപ്പൊക്കം ഉണ്ടായിരിക്കുന്ന സമയത്ത് ഫിഷർമാൻ ഇങ്ങോട്ട് പോയില്ലേ, ബോട്ട് എടുത്തിട്ട് പോയില്ലേ? സർക്കാർ പറഞ്ഞിട്ടാണോ? ഇല്ല. സർക്കാർ അടുത്ത് എന്താ ചോദിച്ചത്? ലോറികൾ കിട്ടിയാൽ മതി കൊണ്ടുപോകാനായിട്ട്, അല്ലെങ്കിൽ ആ ഡീസൽ ചിലവ് തന്നാൽ മതി, അതല്ലേ? ഞങ്ങൾക്ക് പൈസ കൂടി വേണം എന്ന് ചോദിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ആ ഒരു അവയർനെസ് ലെവലുണ്ട്. ഒരു അത് എല്ലാ രാജ്യങ്ങളിലില്ല, ഡൽഹിയിലില്ല. ഡൽഹി ഒരു ആൾ അപകടമായിട്ട് റോഡിൽ കടന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ നോക്കില്ല, അടുത്ത് പോകില്ല, ആംബുലൻസിൽ കൊണ്ടുപോകില്ല, നോക്കിയിരിക്കും. ഞാൻ നേരിട്ട് കണ്ടതാണ്. കേരളത്തിൽ ട്രിവാൻഡ്രത്ത് ഒരു ആൾ അപകടമായി കഴിഞ്ഞാൽ അവിടെ എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കും, ഒരിക്കലും ഉണ്ടാവില്ല. ആ വ്യത്യാസമുണ്ട്. രണ്ട് മൂന്ന് മേഖലകൾ അങ്ങ് പ്രവർത്തിച്ചത് കേരള ഹൗസുമായിട്ട് ബന്ധപ്പെട്ട് ഡൽഹിയിലുണ്ടായിരുന്നു, നമ്മുടെ പ്ലാനിംഗ് ബോർഡിൻ്റെ മെമ്പർ സെക്രട്ടറി ആയിരുന്നു, ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലുണ്ടായിരുന്നു, ഹെൽത്തിൻ്റെ കാര്യം നേരത്തെ അങ്ങ് പറഞ്ഞു. ഇങ്ങനെ പല തലങ്ങളിൽ IAS ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് പ്രവർത്തിച്ചു. ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞതൊക്കെ അങ്ങയുടെ മനസ്സിലുണ്ടെങ്കിൽ എല്ലാം ജനങ്ങളെ സഹായിക്കാൻ കൂടിയാണെങ്കിൽ കൂടി ഇതിൽ ഏറ്റവും കുറച്ച് നന്നായത് എവിടെയാണെന്നാണ് അങ്ങ് പറയുക? കലക്ടറായിട്ട് വയനാട്ടിൽ എനിക്ക് ഒത്തിരി കാലം ചെയ്യാൻ സാധിച്ചു. അത് എനിക്കൊരു വലിയൊരു സന്തോഷമുണ്ട്. അത് തുടക്കത്തിൽ ആ ചെറുപ്പത്തിൻ്റെ ഒരു കൂടുതൽ ഭയങ്കര ആവേശമുണ്ടായിരുന്നു. എല്ലാ സ്ഥലത്തും ഓടി നടക്കും. പിന്നെ ഒരുപാട് സ്നേഹം കിട്ടി. മലബാറിൻ്റെ ഏരിയ കുറച്ചൊരു വ്യത്യാസമുണ്ടല്ലോ. വയനാട്ടിലെ ആളുകൾ നല്ല ആളുകളാണ്, ഒരുപാട് സ്നേഹം. ഇന്ന് വരെ ആളുകൾ മറന്നു പോയിട്ടില്ല. ഞാനിവിടെ ചീഫ് സെക്രട്ടറി സ്ഥായിൽ എടുക്കുമ്പോൾ എത്രയോ ആളുകൾ വിളിച്ചു. എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർ, എൻ്റെ കൂടെ എൻ്റെ പ്യൂണ് വരെ എന്നെ ഇടിച്ചിരിക്കുക. അവർക്കറിയാം വിശ്വാസ് മെത്താട് സംസാരിച്ചാൽ സന്തോഷം ഉണ്ടാവുള്ളൂ. ഇന്ന് വരെ മറന്നു പോയിട്ടില്ല, ഞാനും മറന്നു പോയിട്ടില്ല. ആ ബന്ധം ചെയ്യാൻ സാധിച്ചത്. രണ്ടാമത് നമ്മുടെ ഹെൽത്തിൽ 4 വർഷം തുടർച്ചയായിട്ടാണ് കിട്ടിയത്. അത് അന്ന് LDF ഗവൺമെൻറ് സമയത്താണ്. ശ്രീമതി ടീച്ചറായിരുന്നു. അന്ന് നമുക്ക് ഏറ്റവും വലിയ ചാലഞ്ചായിരുന്നു NRHM. NRHM വരുമ്പോഴത്തേക്ക് കേരളത്തിലത് കൂടുതൽ പൈസ കൊടുക്കേണ്ട കാര്യമില്ല. കാരണം അവർ ദേ ഹാവ് റീച്ച്ഡ് യൂറോപ്യൻ സ്റ്റാൻഡേർഡ്സ്. ഹെൽത്ത് പാരാമീറ്റേഴ്സ് നോക്കുമ്പോൾ അവർ ഒന്നും കൊടുക്കാനില്ല, അവർ ഒന്നും ഇമ്പ്രൂവ് ചെയ്യാനില്ല. കാരണം 10-20 വർഷം മുന്നോട്ടാണ് ഹെൽത്തിൽ. ഞാനവിടെ പോയി കുറേ ബഹളം ഉണ്ടാക്കി, കുറേ ഫൈറ്റ് ചെയ്തു നാട്ടിലേക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി. ഞാൻ പറഞ്ഞു, ഞങ്ങൾ വർഷങ്ങൾ മുമ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് തെറ്റാണോ? അത് സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണ്ടേ? അതിനുവേണ്ടി പൈസ വേണം, മെയിൻറ്റെയിൻ ചെയ്ത് പോകണ്ടേ? How can you ignore, you can penalize us for good performance? ഞങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളുണ്ട്. ഡയബറ്റീസ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്, ഏജ് പോപ്പുലേഷനാണ്, ജെറിയാട്രിക് പ്രോബ്ലംസ് ആണ്, ക്യാൻസർ ഒരുപാടുണ്ട്, ഹൈപ്പർ ടെൻഷൻ, ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഉണ്ട്. അത് നമുക്ക് നോക്കണ്ടേ? പിന്നെ നമ്മുടെ ഏജിൻ്റെ ഒരു അവിടെ സർവൈവൽ കൂടുതലാണ്, മോർട്ടാലിറ്റി റേറ്റ് കൂടുതലാണ്, കുറവാണ്. അപ്പോൾ അങ്ങനെ ഫൈറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടി. ആ പൈസ കിട്ടിയത് കൊണ്ട്, നല്ലൊരു ടീം കൊണ്ട്, ടീച്ചറിൻ്റെ സമയത്ത് ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു. പക്ഷേ ഞാൻ അതിൽ കൂടെയാണ് ഈ പാട്ടിലേക്ക് പബ്ലിസിറ്റി. ഇപ്പോൾ ഡോക്ടർമാർ, മെഡിക്കൽ ഫ്രെറ്റർണിറ്റി, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഒരുപാട് ആളുകളുടെ അംഗീകാരം എനിക്ക് കിട്ടി, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു. പക്ഷേ ജനങ്ങളുടെ അടുത്ത് ഞാൻ പോയിട്ടില്ല, ഞാൻ പബ്ലിസിറ്റിക്ക് പോയിട്ടില്ല. കാരണം അതിൽ കിട്ടിയിരിക്കുന്ന ക്രെഡിറ്റ് ഇല്ല സർക്കാർക്ക് കിട്ടിക്കോട്ടെ, മിനിസ്റ്റർക്ക് കിട്ടിക്കോട്ടെ. പബ്ലിസിറ്റി എനിക്ക് കിട്ടിയത് പാട്ട് കൊണ്ടാണ്. പബ്ലിസിറ്റി ഒരു പക്ഷേ ഒരുപാട് ആളുകൾ അതിൽ ജലസി ഉണ്ടായി. ജനങ്ങൾ ഒത്തിരി അതിനെ അത് എന്നെ അംഗീകാരം കൊടുത്തു. പക്ഷേ ഒഫീഷ്യൽ കമ്മ്യൂണിറ്റിയിലെ ചില സമയത്ത് അത് പാട്ട് പാടി നടക്കുന്ന ഒരാളാണ്, അയാൾ ജോലിയൊന്നും ചെയ്യില്ല. പക്ഷേ അത് ഒഫീഷ്യൽ കമ്മ്യൂണിറ്റിയുടെ അങ്ങ് പറഞ്ഞ പോലെ ഒരു അസൂയയാണ്. പക്ഷേ ജനങ്ങൾക്ക് അങ്ങയോട് സ്നേഹമുണ്ട്. പക്ഷേ മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തു എന്നുള്ളതിന് ക്രെഡിറ്റ് പൊളിറ്റിക്കലായിട്ടാണ് കിട്ടിയത്. അതിൽ വിഷമമുണ്ടോ? ഉണ്ട്.
പൊളിറ്റിക്കലായിട്ട് മാത്രം കിട്ടി. അല്ല, ഇത് കുറച്ചൊരു ഭാഗം എനിക്ക് കിട്ടണ്ടേ? ഓക്കെ ഓക്കെ, എത്രേ ഉള്ളൂ. എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഇലക്ഷൻ മത്സരിക്കാനല്ല, പക്ഷേ വിശ്വാസ് മേത്ത അതിനൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇന്ന് ജനങ്ങൾ അറിയണ്ടേ? അത് മീഡിയ ഹൈലൈറ്റ് ചെയ്തില്ല. അറിയാം, ഒരുപാട് ആളുകൾക്ക് അറിയാം. എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർ ഇന്ന് വരെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട്. അവർക്കറിയാം ഞങ്ങൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു. ശരിക്കൊരു വലിയൊരു അത്ഭുതമായിരുന്നു 4 വർഷം ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിലൊരു ചെറിയ പങ്ക് ഞാൻ വഹിച്ചിട്ടുണ്ട്. ആ അംഗീകാരം കിട്ടിയാൽ മതിയായിരുന്നു. അത് കിട്ടിയിട്ടില്ല, നിർഭാഗ്യവശാൽ. അത് ഓരോ പക്ഷേ എൻ്റെ ഒരു പോരായ്മ ആയിരിക്കും. എൻ്റെ ഞാൻ സ്ട്രാറ്റജിക്കലി ഒന്നും മീഡിയ അങ്ങനെ യൂസ് ചെയ്തില്ല. മീഡിയ ഞാൻ ചെയ്തില്ല, ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. പക്ഷേ അത് കുറച്ചുകൂടെ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും അങ്ങയുടെ സർവീസ് കാലാവധി മൊത്തത്തിലാകുമ്പോൾ 35-36 വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും മീഡിയ തന്നെ അങ്ങേ പ്രൈസ് ചെയ്യും. ഇത്രയും വർഷം കൊണ്ട് അങ്ങ് പ്രൈസ് ചെയ്താൽ നാളെ താഴോട്ട് കൊണ്ടുപോകും. അതുകൊണ്ട് കുറച്ച് വൈകി അത് പ്രൈസ് ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പോൾ താഴെ ഇട്ടിട്ട് പിന്നെ കൊണ്ടുവരുന്നതിനേക്കാളും. ഇതിനിപ്പോൾ കഴിഞ്ഞ ഇവിടുത്തെ സർവീസൊക്കെ കഴിഞ്ഞാലും ഇനിയൊരു കേരളീയനായി മലയാളിയായി ഇവിടെ ഉണ്ടാകുമോ അതോ ദുംഗാർപൂരിലേക്ക് തിരിച്ചു പോകുമോ? പറയാൻ പറ്റില്ല. ഇപ്പോൾ തീരുമാനമായിട്ടില്ല. എനിക്ക് വേറെ ഒരു സ്ഥലത്ത് വീടില്ല. അതുകൊണ്ട് വീടുള്ള സ്ഥലത്ത് കുറച്ച് സമയം താമസിക്കേണ്ടി വരും. പിന്നെ വേറെ എവിടെയെങ്കിലും കിട്ടിയാൽ ഇടയ്ക്കിടയ്ക്ക് അവിടെ കൂടി പോകാനാണ് താല്പര്യം. ഫാമിലിയെക്കുറിച്ച് ഫാമിലി ഇത് കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കുമല്ലോ. അവർ മലയാളമൊക്കെ പറയുമോ എല്ലാവരും? എൻ്റെ വൈഫ് മനസ്സിലാവും, കൂടുതൽ സംസാരിക്കാൻ പറ്റില്ല. കുട്ടികൾ അവിടെ പഠിത്തം നടത്തുമ്പോൾ കുറച്ചൊക്കെ മലയാളം സംസാരിക്കാനും മനസ്സിലാക്കാൻ തുടങ്ങി. ഇപ്പോൾ അവർ വലത്തായി കല്യാണമൊക്കെ കഴിച്ചിട്ട് പോയി. ഓക്കെ, ഒരാൾ അമേരിക്കയിലാണ്, ഒരാൾ ഡൽഹിയിലാണ്. അപ്പോൾ ഡോക്ടർ വിശ്വാസ് മേത്ത എന്ന ചീഫ് സെക്രട്ടറി നല്ല രീതിയിൽ ശോഭിക്കട്ടെ. ഈ സർക്കാരിൻ്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് അങ്ങയിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം സർക്കാരിനും തുണയാകട്ടെ. അതുപോലെ തിരിച്ചും സംഭവിക്കട്ടെ. അതിന് എല്ലാ ആശംസകളും നേരുകയാണ്. കേരളീ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഡോക്ടർ ലാൽക്ക് ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ടീമുക്ക് ഞാൻ വളരെയധികം നന്ദി പറയുകയാണ്. യെസ്.